أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. السلام عليكم ورحمة الله. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إليه مرجعكم جميعا وعد الله حقا إنه يبدأ الخلق ثم يعيده ليجزي الذين آمنوا وعملوا الصالحات بالقسط والذين كفروا لهم شراب من حميم وعذاب أليم بما كانوا يكفرون. ആദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ജീവിത ലക്ഷ്യം മരണാനന്തര വിജയമാണെന്ന് തിരിച്ചറിയുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും തക്കവണ്ണം യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുന്ന ആചാരങ്ങൾ അനുഷ്ഠിച്ച് ഇസ്ലാമിക സംസ്കാരത്തോടെ ജീവിതം നയിക്കണം എന്ന് എല്ലാവരെയും തുടക്കത്തിൽ പ്രത്യേകമായി ഉപദേശിക്കുകയാണ്. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ, അവർ ഐഹിക ജീവിതത്തിന്റെ പ്രത്യക്ഷമായ ഭാവങ്ങൾ അറിയുന്നു. വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് അവർ അശ്രദ്ധയിലാണ്. ബഹുജനങ്ങളുടെ ഒരു പൊതു സ്വഭാവത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ് ഞാൻ കേൾപ്പിച്ചത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് അശ്രദ്ധയിലാകാതെ അതിനെക്കുറിച്ച് ഉത്ബുദ്ധരാകാനും സ്വർഗം നേടാനും തക്കവണ്ണം നാം സ്വീകരിക്കേണ്ട ആശയാദർശങ്ങൾ പടച്ച തമ്പുരാൻ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കൃത്യമായ ഒരു വഴി കാണിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ പറഞ്ഞയക്കുകയും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തത് മനുഷ്യരുടെ ഈ അശ്രദ്ധയിൽ നിന്ന് ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ശരിയായ തിരിച്ചറിവുണ്ടാക്കാൻ അവരെ സഹായിക്കുന്നതിനു വേണ്ടിയാണ്.
നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിച്ചുകൊണ്ട് പഠിപ്പിച്ചതാണ് ആഖിറത്തിന്റെ ഈ ശരിയായ രൂപം. എങ്ങനെയാണ് സ്വർഗനരകങ്ങൾ? ഒരു സാധാരണക്കാരന് മനസ്സിലാകാവുന്ന രീതിയിൽ അതേക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഭൗതിക ലോകത്തിനപ്പുറത്തായതുകൊണ്ട് ഇവിടെയുള്ള ഏതെങ്കിലും സംഗതികളുമായി താരതമ്യം ചെയ്തു മനസ്സിലാക്കാനോ നമ്മുടെ ഭാവനയിൽ ഉൾക്കൊള്ളുന്ന വിധത്തിൽ ചിത്രീകരിക്കാനോ സാധ്യമല്ല. എന്നാലും ചിന്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അങ്ങേയറ്റത്തെ പ്രതീക്ഷയുണ്ടാക്കുന്ന വിധം, നരകത്തെക്കുറിച്ച് അങ്ങേയറ്റത്തെ പേടിയും അതിൽ നിന്ന് വെപ്രാളത്തോടെ തിരിഞ്ഞോടാനുള്ള താല്പര്യവും ഉണ്ടാക്കുന്ന വിധം അതേക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. തിൽക്കദ്ദാറുൽ ആഖിറ, അതാണ് പരലോക ഭവനം. നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ, അത് നാം നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഭൂമുഖത്ത് ഔന്നത്യമോ കുഴപ്പമോ ആഗ്രഹിക്കാത്തവർക്കാണ്. വൽആഖിബത്തു ലിൽ മുത്തഖീൻ, ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായ ആളുകൾക്കാണ് ശുഭപര്യവസാനം അഥവാ സ്വർഗമുള്ളത് എന്ന് സൂറത്തുൽ ഖസസിന്റെ അവസാന ഭാഗത്ത് കാണാൻ കഴിയും. ലഖദ് ജാഅഹും മിനൽ അംബാഇ മാ ഫീഹി മുസ്ദജർ, വിരളിയെടുത്തോടാൻ മാത്രമുള്ള വർത്തമാനം അവർക്ക് വന്നെത്തിയിട്ടുണ്ട്. നരകത്തെക്കുറിച്ചുള്ള താക്കീത് അപ്രകാരമാണ്. ഹൃദയമുള്ളവന് അവരുടെ ഹൃദയം പാറിപ്പോകാൻ മാത്രം നരകാഗ്നിയെക്കുറിച്ചുള്ള വർണ്ണനകൾ നൽകിയിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ എന്നും അള്ളാഹു പൊരുത്തപ്പെട്ട ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ജീവിക്കാവൂ എന്നും നമ്മെ പ്രത്യേകമായി ഉത്ബോധിപ്പിച്ചിരിക്കുകയാണ്. ഫഫിറു ഇലല്ലാഹ് ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് വിരളിയെടുത്തോടണം, നിശ്ചയം ഞാൻ വ്യക്തമായ താക്കീതുകാരൻ മാത്രമാണ്. ഫിറാർ എന്ന് പറഞ്ഞാൽ പേടിച്ചോടുക എന്ന. ഒരു വന്യമൃഗത്തെ, ആക്രമണകാരിയെ തൊട്ടുമുന്നിൽ കാണുമ്പോൾ രക്ഷപ്പെടാൻ മറ്റൊരു പഴുതുമില്ല എന്ന അവസ്ഥയിൽ തിരിഞ്ഞോടുമല്ലോ. ആ തിരിഞ്ഞോട്ടത്തിൽ ആലോചനയ്ക്ക് സമയമില്ല, ചിന്തിക്കാൻ നേരമില്ല, അത്രയും മുന്നിലാണ് ശത്രു. ഇനി എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക എന്നതു മാത്രം. അങ്ങനെയുള്ള ഒരു നിലവാരത്തിനാണ് അറബി ഭാഷയിൽ ഫിറാർ എന്ന് പറയുക. ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ വിരളിയെടുത്തോടണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഓടുന്നതിനെ സംബന്ധിച്ച് ഇനിയും കാത്തു നിൽക്കാൻ നേരമില്ല. കുറച്ചുകൂടി ഒന്ന് ആലോചിക്കട്ടെ, ഈ ഹറാമൊക്കെ ഒന്ന് ഒഴിവാക്കാൻ, ഒന്നുകൂടി ചിന്തിക്കട്ടെ, ഈ നല്ല പ്രായമൊക്കെ ഒന്ന് കഴിയട്ടെ, നാട്ടിലെത്തട്ടെ, എന്നിട്ട് വേണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനൊക്കെയുള്ള ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തി ഒന്ന് മുസ്ലിമായി കൃത്യമായി 5 നേരം നിസ്കരിച്ചൊന്ന് മുന്നോട്ട് പോകാൻ ചില ആൾക്കാർ വിചാരിക്കും. അത് വേണ്ടെന്ന. ഫഫിറു ഇലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് പേടിച്ചോടണം. സമയമായി. കാരണം എന്താ? മരണനേരത്തു തന്നെ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു. നമുക്കെല്ലാം അറിയാം, പല വെള്ളിയാഴ്ചയുടെ സുബഹ് നമസ്കാരത്തിൽ നാം കേൾക്കാറുള്ള ആയത്താണ്. നിശ്ചയമായും നമ്മുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും നേരെ ചൊവ്വേ ജീവിതം നയിക്കുകയും ചെയ്ത ആളുകൾ മരണനേരത്ത് മലക്കുകൾ വന്നിറങ്ങും. ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന് പറയും. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് നിങ്ങൾ, സ്വർഗമാണ് നിങ്ങൾക്ക്. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമുണ്ട്, നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. മരിക്കുന്ന നേരത്ത് ഇനി വരാനിരിക്കുന്ന പരലോകത്ത് അയാളെ കാത്തിരിക്കുന്ന സ്വർഗത്തിന്റെ അനുഭൂതികൾ ഒരു സത്യവിശ്വാസിയെ പ്രദർശിപ്പിക്കും എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നരകത്തിലേക്ക് പോകേണ്ട വ്യക്തിയാണെങ്കിലോ മരണനേരത്ത് നരകമാണ് പ്രദർശിപ്പിക്കുക. ഇതായിരിക്കും ഇനി എന്നും നിന്റെ സങ്കേതം എന്ന് പറഞ്ഞ് അവനെ ആക്ഷേപിക്കുകയും അവന്റെ മുഖത്തും പാർശ്വഭാഗങ്ങളിലും പിൻഭാഗങ്ങളിലും അടിക്കുകയും ചെയ്തുകൊണ്ടാണ് നിഷേധിയുടെ, മുനാഫിഖിന്റെ, ഫാജിറിന്റെ, കാഫിറിന്റെ ആത്മാവിനെ പുറത്തെടുക്കുക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗ നരകങ്ങൾ എങ്ങനെയാണ് എന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്. സ്വർഗത്തിന്റെ സുഖാനുഭൂതികൾ അതുല്യമാണ്. ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു നേട്ടവുമായി നമുക്കതിനെ തുല്യപ്പെടുത്തുക സാധ്യമല്ല.
സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, സഹൽ ബിൻ സഅദ് സായിദി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം, ഒരു വടി വെക്കാനുള്ള സ്ഥലം, അത് ആകാശഭൂമികളിലുള്ള മുഴുവൻ സുഖസൗകര്യങ്ങളെക്കാൾ ഉത്തമമാണ്. ആകാശഭൂമികളിലുള്ള എല്ലാ സന്തോഷങ്ങളും മധുരങ്ങളും ആസ്വാദനങ്ങളും ഒരിടത്ത് ചേർത്ത് വെച്ചാൽ അതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് സ്വർഗത്തിൽ ഒരു വടി. പറയാമോ? സ്വർഗത്തിൽ വിരിക്കുന്ന കാർപ്പറ്റിന്റെ ഒരു നൂല് സ്പർശിക്കാൻ ഭാഗ്യം കിട്ടിയാൽ കാലങ്ങൾ കൊണ്ട് സമ്പാദിച്ച സമ്പാദ്യങ്ങളൊക്കെ നമ്മൾ അതിന് പകരമായിട്ട് കൊടുക്കാൻ തയ്യാറാകും. ദുനിയാവിന്റെ ഉടമാവകാശം മുഴുവൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് മുഴുവൻ നാം കൈവടിയും. എനിക്ക് പകരം ആ സ്വർഗത്തിൽ വിരിച്ചിരിക്കുന്ന കാർപ്പറ്റിന്റെ നൂലൊന്ന് തൊട്ടാൽ മതി. അത് നമുക്ക് നൽകുന്ന ആനന്ദം, നമ്മിലുണ്ടാക്കുന്ന ഹൃദ്യമായ അനുഭൂതി അത്ര കണ്ട് മേത്തരമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സ്വർഗത്തിൽ കുടിപ്പിക്കപ്പെടുന്ന പാനീയത്തിന്റെ ഒരു തുള്ളിയെങ്ങാൻ ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിറ്റി വീണാൽ അതിന്റെ സുഗന്ധം ഭൂമിയിലാകമാനം പ്രസരിക്കുകയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അവരുടെ നാസാരന്ധ്രങ്ങൾ വിടർത്തുകയും ചെയ്യും. ഒരു തുള്ളി ദുനിയാവിനെ മുഴുവൻ അങ്ങേയറ്റത്തെ സൗരഭ്യത്തിൽ മുക്കാൻ സ്വർഗത്തിൽ കുടിക്കാൻ കിട്ടുന്ന ഖിതാമുഹു മിസ്ക്, അവിടുത്തെ പാനീയത്തിന്റെ അടപ്പ് അത് മിസ്കാണെന്ന് പറഞ്ഞില്ലേ? ആ മിസ്കിന്റെ ആ പാനീയത്തിന്റെ ഒരു തുള്ളി മതി ദുനിയാവ് മുഴുവൻ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന പരിമളം പരത്താൻ. അതാണ് സ്വർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅദത്തുൽ ഇബാദി സ്വാലിഹീൻ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമയത് വലാ ഖതറ അലാ ഖൽബി ബശർ. എന്റെ സദ്വൃത്തരായ ദാസന്മാർക്കു വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ ഭാവനയിലും വിരിയാത്തത്, ഒരു ചിത്രകാരനും ചിത്രീകരിക്കാൻ കഴിയാത്തത്, ഒരു ഭാവനയിലും രൂപീകരിക്കാൻ സാധിക്കാത്തത്, ഒരു കണ്ണുകൊണ്ടും ഒരാളും ഇന്നോളം കാണാത്തത്. അതാണ് സ്വർഗം. ആ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നു. ثم قال رسول صلى الله عليه وسلم اقرؤوا إن شئتم فلا تعلم نفس ما أخفي لهم من قرة أعين. മിക്ക വെള്ളിയാഴ്ചകളിലും സുബൈക്ക് കേൾക്കുന്ന സൂറത്തിൽ തന്നെ സജദയിൽ എന്താ പറയുന്നത്? നിങ്ങൾ വേണമെങ്കിൽ ഈ ആയത്ത് ഓതിക്കോ. ഏതാ ആയത്ത്? എന്താണ് സത്യവിശ്വാസികൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി കൺകുളിർമയിൽ നിന്ന് എന്തൊക്കെയാണ് നാം ഒളിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഒരാൾക്കും അറിഞ്ഞുകൂടാ. ഒരു സമ്മാനപ്പൊതി പോലെയാണ് സ്വർഗം. അതിനെക്കുറിച്ച് വിവരണങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിലും അത് ശരിയായത് എന്താണെന്ന് അവിടെ എത്തിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. നമുക്കതിനെക്കുറിച്ച് പ്രതീക്ഷയുണ്ടാകാൻ നമ്മുടെ ഈ ചെറിയ മസ്തിഷ്കത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ ഇത് ഉൾക്കൊള്ളാവുന്നതിനപ്പുറത്താണ് അവിടുത്തെ അനുഭൂതി. ശരിയായ അനുഭൂതി അവിടെ എത്താൻ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ അറിയാൻ കഴിയൂ. എന്നാൽ ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് ഇങ്ങനെ ഒളിപ്പിച്ചൊരു ഗിഫ്റ്റ് ഇങ്ങനെ പൊതിഞ്ഞ് മനോഹരമായി പൊതിഞ്ഞിങ്ങനെ സൂക്ഷിച്ചു വെക്കുമല്ലോ, അതിന്റെ അകത്തെന്താ പൊളിച്ചാൽ കാണാം. ബർസഖിന്റെ ലോകം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പിൽ മഹ്ശറുകൾ വിചാരണയും കഴിഞ്ഞ് സ്വർഗാവകാശിയാണ് എന്ന് പ്രഖ്യാപിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ടാൽ അവിടെ എന്താണ് ആ മറ അങ്ങോട്ട് നീങ്ങിയാൽ കാണാൻ പോകുന്നത്? ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേൾക്കാത്ത നാദമാണ് ആസ്വദിക്കാൻ, ഒരു ഭാവനയിലും വിരിയാത്ത സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ണുകൾ കൊണ്ട് ഹറാമുകളിലേക്കാണ് നാം കണ്ണുപായിക്കുന്നതെങ്കിൽ, കാതുകൾ കൊണ്ട് ഹറാമാണ് ആസ്വദിക്കുന്നതെങ്കിൽ, ഭാവനയിലൂടെ തോന്നിവാസങ്ങളാണ് ചിന്തിക്കുന്നത് എങ്കിൽ ഇതൊക്കെ നമുക്ക് നഷ്ടമായി പോകും എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരാൾ സ്വർഗത്തിലെത്തുമ്പോൾ തന്നെ അവിടെ കടന്നു ചെല്ലേണ്ട താമസം വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. സൂറത്തു സുമറിലെ 72-ാമത്തെ ആയത്ത്. സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ തന്നെ മലക്കുകൾ ഇങ്ങോട്ട് സലാം പറയും. എന്താ പറയുന്നത്? സ്വർഗത്തിന്റെ കാവൽക്കാരായ അതിന്റെ വാതിൽ ഇവരെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മലക്കുകൾ സലാമുൻ അലൈക്കും തിബ്തും, നിങ്ങൾ ദുനിയാവിൽ പുണ്യം പ്രവർത്തിച്ചവരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം വർഷിക്കുമാറാകട്ടെ. ഫദ്ഖുലുഹാ ഖാലിദീൻ, നിങ്ങൾ അനശ്വരരായി ഇനി ഒരിക്കലും നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പിരിച്ചുവിടുകയില്ല, എന്നേക്കുമായി നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. ഇതാരാണ് പറയുന്നത്? സ്വർഗത്തിന് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മലക്കുകൾ അതിന്റെ കവാടത്തിൽ വെച്ച് പറയും. മരിക്കണ ആ സമയത്ത് തുടങ്ങും മലക്കുകളുടെ ഈ ആശംസ.
ഒരു സത്യവിശ്വാസിയുടെ ആത്മാവിനെ മലക്കുൽ മൗത്ത് വന്ന് വിളിക്കും. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, റബ്ബ് നിങ്ങളെ തൃപ്തിപ്പെട്ടു, നിങ്ങൾ റബ്ബിനെയും തൃപ്തിപ്പെട്ടു, ആ നിലയിൽ നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങിക്കോളൂ. ഇർജിഇ ഇലാ റബ്ബിക, റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങണം. എങ്ങനെ? റബ്ബ് നിങ്ങളെ പൊരുത്തപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അവനെയും പൊരുത്തപ്പെട്ടിരിക്കുന്നു, ആ അവസ്ഥയിലേക്ക്. ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു, അല്ലാഹു അവന്റെ പൊരുത്തം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, പാപമോചനത്തിലേക്കും തൃപ്തിയിലേക്കും നിങ്ങൾ പുറപ്പെട്ടോളൂ. അങ്ങനെയാണ് പറയുന്നത്. വിശിഷ്ടമായ ആത്മാവേ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, യാ അയ്യത്തുഹൻ നഫ്സുത് തയ്യിബ, അത് കേൾക്കേണ്ട താമസം. നമ്മുടെ ആത്മാവ് എവിടെയാണോ അവിടെ നിന്ന് ആത്മാവ് പുറത്തേക്ക് വരികയും ആ സന്ദർഭത്തിന് സാക്ഷ്യം വഹിക്കുന്ന ആയിരക്കണക്കായ മലക്കുകളുടെ കയ്യിലുള്ള സ്വർഗത്തിലെ സുഗന്ധം ദ്രവ്യങ്ങളുടെ പരിമളം പരത്തിക്കൊണ്ടിരിക്കുന്ന കഫൻ പുടവയിലേക്ക് മലക്കുൽ മൗത്ത് ഈ ആത്മാവിനെ ഏറ്റെടുത്തു വെച്ചു കൊടുക്കുകയും ചെയ്യും. ഈ ആത്മാവ് ഉപരിലോകത്തിൽ അല്ലിയൂൻ എന്ന രേഖയിൽ പേര് രേഖപ്പെടുത്താൻ വേണ്ടി മലക്കുകൾ ആനയിച്ചു കൊണ്ടുപോകുമ്പോൾ സല്ലല്ലാഹു അലൈക്ക്, ആകാശഭൂമികൾക്കിടയിലുള്ള മുഴുവൻ മലക്കുകളും ആകാശലോകങ്ങൾക്കപ്പുറത്തുള്ള മുഴുവൻ മലക്കുകളും നിനക്ക് അള്ളാഹുവിന്റെ ഗുണമുണ്ടാകട്ടെ എന്ന് ഈ മരിക്കുന്ന സത്യവിശ്വാസിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. എല്ലാ സത്യവിശ്വാസികൾക്കു വേണ്ടിയും മരിക്കാൻ നേരത്ത് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. സമാധാനമുണ്ടാകട്ടെ, അള്ളാഹു നിങ്ങൾക്ക് ഗുണം ചൊരിയട്ടെ. അവസാനം സ്വർഗത്തിലെത്തിയാലോ ആലമുൽ ബർസഖിൽ സ്വർഗീയമാണ്, ആലമുൽ ബർസഖ് സ്വർഗീയമാണ്. വിചാരണയുടെ വേളയാണെങ്കിലോ തലക്ക് തൊട്ടുമീത അർശിന്റെ തണലാണ്, ഹൃദ്യമായ ശീതളഛായ. അത് കഴിഞ്ഞാൽ വിചാരണ എളുപ്പമാണ്. അത് കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടും. ആ സ്വർഗത്തിലെത്തിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും മലക്കുകൾ അവരോട് അങ്ങോട്ട് സലാം പറയും. അതിന് ചില യോഗ്യതകൾ ഇവിടെ ഉണ്ടായിരിക്കണം. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, മുഅ്മിനാകുന്നത് വരെ ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, പരസ്പരം ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുന്നതുവരെ ഒരാളും മുഅ്മിനാകുന്നില്ല. മുഅ്മിനാകണമെങ്കിൽ അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമുഹു തഹാബബ്തും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ, അത് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾ പരസ്പരം ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടും. അഫ്ശുസ് സലാമ ബൈനക്കും, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം. എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഒരിക്കൽ കണ്ട് കുറച്ച് കഴിഞ്ഞ് കണ്ടാൽ പിന്നെ അസ്സലാമു അലൈക്കും. അതിനേക്കാൾ നന്നായി മടക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സലാം പറയുക പരിചയമുള്ളവരോടും പരിചയമില്ല. അഫ്ശുസ് സലാമ ലിമൻ തഅരിഫ് വലിമൻ ലം തഅരിഫ്. പ്രത്യേകക്കാരോട് മാത്രം സലാം പറയുന്ന ഒരു കാലം വരും, അന്നാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക. ഇഷ്ടമുള്ള ആളോട് മാത്രം സലാം പറയും ചില ആൾക്കാർ. അങ്ങനെ ആവരുത്. മുസ്ലിങ്ങളായ എല്ലാവരോടും സലാം പറയാം, എല്ലാവരോടും സലാം പറയുക. എങ്കിലേ മലക്കുകളുടെ സ്വർഗത്തിലെ സലാം ഇങ്ങോട്ട് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. സ്വർഗം തഖ്വയുള്ളവർക്ക് വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയും വലിയ സൗകര്യങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ നോക്കൂ, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ടെന്നാണ് പഠിപ്പിച്ചത്. സ്വർഗം എത്രയോ വിസ്തൃതമാണ്. ഒരാൾക്ക് തന്നെ എത്രയോ ഏറെ സ്വർഗങ്ങളാണ്. ഒരു സ്വർഗം തന്നെ അവന് കണ്ണെത്താവുന്ന ദൂരത്താണ്. പദവികൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത ഒരാൾക്ക് സ്വർഗത്തിൽ 100 പദവികളുണ്ട്. 2 പദവികൾക്കിടയിലുള്ള വ്യത്യാസം ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും വിസ്തൃതമാണ് സ്വർഗം. ആ സ്വർഗത്തിന് അതിവിശാലമായ 8 കവാടങ്ങളാണുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നേരത്തെ ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തിൽ തന്നെ അതിന്റെ തുടക്കത്തിൽ വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ. എപ്പോഴാ മലക്കുകൾ സലാം പറയുന്നത്? അവർ സ്വർഗത്തിങ്കൽ സംഘമായി കൊണ്ടുവരപ്പെടുകയും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുമ്പോൾ. 8 കവാടങ്ങളാണ് സ്വർഗത്തിന്. നരകത്തിന് 7 കവാടങ്ങളാണുള്ളത് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പത്നിമാർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ നൂദിയ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങളിൽ നിന്ന് വിളിക്കപ്പെടും. അതേപോലെ വുളു കൃത്യമായി പൂർത്തീകരിച്ച് കയറ്റിക്കഴുകുന്ന ആളുകൾക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടും എന്നിങ്ങനെ പല സന്ദർഭങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
ഫമൻ കാന മിൻ അഹ്ലിസ്സലാ ദുഇയ മിൻ ബാബിസ്സലാ, കൃത്യമായി നമസ്കരിച്ച ആളുകളാണ് സ്വർഗത്തിങ്കൽ എത്തുന്നതെങ്കിൽ സ്വലാത്ത് എന്നു പേരുള്ള വാതിൽക്കൽ അവരുടെ പേര് വിളിക്കും. വമൻ കാന മിൻ അഹ്ലിൽ ജിഹാദ്, ജിഹാദ് ചെയ്ത ആളുകളാണെങ്കിൽ ദുഇയ മിൻ ബാബിൽ ജിഹാദ്, ജിഹാദിന്റെ വാതിലിൽ നിന്ന് അവർ വിളിക്കപ്പെടും. വമൻ കാന മിൻ അഹ്ലിസ് സിയാം, നോമ്പിന്റെ ആളുകളാണെങ്കിൽ ദുഇയ മിൻ ബാബി റയ്യാൻ, റയ്യാൻ എന്ന കവാടത്തിലൂടെ വിളിക്കപ്പെടും. വമൻ കാന മിൻ അഹ്ലിസ് സദഖ, സകാത്തും സദഖയും നൽകിയവരാണെങ്കിൽ ദുഇയ മിൻ ബാബി സദഖ, സദഖ എന്നു പേരുള്ള ബാബിൽ നിന്ന് വിളിക്കപ്പെടും. അങ്ങനെ വ്യത്യസ്തങ്ങളായ വാതിൽ ഓരോ കർമ്മത്തിലും. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ വാതിലിലും പേര് വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാവോ? ഉണ്ടാവും. എന്നിട്ട് പറയാണെന്ത്, ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ചോദിച്ചു, മൻ ദുഇയ മിൻ തിൽക്കൽ അബ്വാബി കുല്ലിഹ, ഈ എല്ലാ വാതിലൂടെയും വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, ഉണ്ട്. വഅർജു അൻ തകൂന മിൻഹും, താങ്കൾ അക്കൂട്ടത്തിൽ ഉൾപ്പെടട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 8 വാതിലൂടെയും വിളിക്കപ്പെടുന്ന കൂട്ടത്തിൽ ഉൾപ്പെടട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒളുവിനെ കുറിച്ച് കയറ്റി കഴുകുമ്പോൾ 8 വാതിൽ അവർക്ക് വേണ്ടി തുറക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒളു ചെയ്ത് അതിന്റെ ശേഷമുള്ള ദുആയൊക്കെ ചെയ്യുന്ന ആളുകൾ. ഇനി ആ വാതിൽ, ഓരോ വാതിലും എത്ര വിസ്തൃതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈന മിസ്റാഇനി ഫിൽ ജന്ന കമസീറത്തി 40 സന, 40 വർഷത്തെ വഴി ദൂരം. സ്വർഗത്തിലെ 2 വാതിൽപ്പാളികൾക്കിടയിൽ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്ത് എത്തണമെങ്കിൽ 40 വർഷം സഞ്ചരിക്കണം. അത്രയും വിശാലമായ വാതിലാണ്. അവിടെ ആരും ക്യൂ നിൽക്കണ്ട, ക്ഷീണമില്ല, തളർച്ചയില്ല, വെയിൽ കൊള്ളണ്ട. അങ്ങനെയാണ് സ്വർഗം. സ്വർഗത്തിൽ പ്രയാസത്തിന്റെ ഒരു നേരിയ അനുഭവം പോലുമില്ല. മറ്റൊരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലമാ ബൈന മിസ്റാഇനി മിൻ മസാരിഇൽ ജന്ന കമാ ബൈന മക്ക വഹജർ ഔ കമാ ബൈന മക്ക വബുസ്റ. മക്ക മുതൽ ബുസ്റ വരെയുള്ള ദൂരമുണ്ട്, മക്ക മുതൽ ഹജർ വരെയുള്ള ദൂരമുണ്ട്. അറബികൾക്ക് മനസ്സിലാകുന്ന 2 അകലങ്ങളുണ്ട്, സ്ഥലം പറഞ്ഞു കൊടുത്തു. അത്രയും ദൂരമാണ് ഒരു വാതിലിന്റെ 2 വാതിൽ പൊളികൾക്കിടയിൽ ഉണ്ടാവുക എന്ന് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. പദവികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒരു മുജാഹിദിന് തന്നെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടം നടത്തിയ ഒരാൾക്ക് തന്നെ 100 പദവികൾ ഉണ്ടാകും. ചിലർക്ക് പദവികളുടെ എണ്ണം അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും, അല്ലെ? വിശുദ്ധ ഖുർആൻ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 21-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നു, ഉൻലുർ കൈഫ ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്, ചിലരെക്കാൾ നാം ശ്രേഷ്ഠമാക്കിയത്, ഉത്കൃഷ്ടമാക്കിയത് എങ്ങനെയെന്ന് ചിന്തിക്കണം. വലൽ ആഖിറത്തു അക്ബറു ദറജാതിൻ വ അക്ബറു തഫ്ദീല, പരലോകം അത് വലിയ പദവികളും വലിയ സ്ഥാനം നൽകലുമാകുന്നു. പരലോകത്ത് എല്ലാവർക്കും ഒരു പദവിയല്ല. ചില ആൾക്കാർ വിചാരിക്കും അവിടെ സ്വർഗത്തിന്റെ ഒരു താഴെ സ്റ്റെപ്പെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു, കാരണം അവന് ഹറാം ഒഴിവാക്കാൻ പറ്റൂല. അപ്പൊ എന്താണ്, സ്വർഗത്തിൽ എത്തും വേണം, ഹറാമുകൾ ദുനിയാവിൽ ഒഴിവാക്കാനും പറ്റൂല. അപ്പൊ നമ്മൾ വിചാരിക്കും സ്വർഗത്തിൽ ചെറുത് കിട്ടിയാൽ മതി. സാമാന്യ ബുദ്ധിയിലെടുത്താൽ അങ്ങനെ പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, സ്വർഗത്തിൽ വലുതന്നെ ചോദിക്കണം, ഒരിക്കലും ചെറിയ പദവി ചോദിക്കരുത്. ഇന്ന ഫിൽ ജന്നതി 100 ദറജ, സ്വർഗത്തിൽ 100 പദവികളുണ്ട്. അഅദ്ദഹല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉള്ള പോരാളികൾക്കാണ് അവൻ അത് ഒരുക്കി വെച്ചത്. മാ ബൈന ദറജതൈനി കമാ ബൈന അസ്സമാഇ വൽ അർള്, ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസം ഓരോ പദവികൾക്കും ഇടയിലുണ്ട്. ഫഇദാ സഅൽതുമുല്ലാഹ്, അല്ലാഹുവോട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഫസ്അലൂഹുൽ ഫിർദൗസ, പറുദീസ തന്നെ ചോദിക്കണം, ഫിർദൗസ് തന്നെ ചോദിക്കണം. താഴെയുള്ള സ്വർഗം ചോദിച്ചാൽ പോരാ. എന്താ ഫിർദൗസിന്റെ പ്രത്യേകത? ഫഇന്നഹു ഔസതുൽ ജന്ന വഅഅലൽ ജന്ന ഉറാഹു ഫൗഖഹു അർശുർ റഹ്മാൻ വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന. ഈ ഫിർദൗസ് ആണ് സ്വർഗത്തിൽ ഏറ്റവും മധ്യമമായതും ഏറ്റവും ഉന്നതമായതും. അതിന്റെ മുകളിൽ ഇനി അള്ളാന്റെ അർശ് മാത്രമാണ്. ആ അർശിൽ നിന്നാണ് സ്വർഗത്തിലെ അരുവികളൊക്കെ പൊട്ടിയൊഴുകുന്നത്. യൂഫ്രട്ടീസും ടൈഗ്രീസും ഉൾപ്പെടെയുള്ള സ്വർഗത്തിൽ അതേ പേരിൽ ഉള്ള നിരവധി നദികളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വ്യാമോഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കുമ്പോൾ ഫിർദൗസ് ചോദിക്കണം, ഏറ്റവും വലിയ പദവി തന്നെ നിങ്ങൾ ചോദിക്കണമെന്നാ പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, സ്വർഗത്തിൽ താഴെ പദവിയിലെത്തുന്ന ചില ആൾക്കാരുണ്ട്, അവരിങ്ങനെ വിലപിക്കും എന്നാണ്. എന്താ പറയാ? യവദ്ദു നാസുൻ യൗമൽ ഖിയാമ
അന്ന ജുലൂദഹും അൻ തുഖറല ബിൽ മഖാരിൽ ലമ്മാ യറൗന ജസാഅ അഹ്ലിൽ ബലാ. സ്വർഗത്തിലെത്തിയ ചില ആളുകളുണ്ട്, അവർ കൊതിക്കുകയാണ്, ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ മാംസങ്ങൾ, ഞങ്ങളുടെ ശരീരങ്ങൾ ശത്രുക്കളുടെ കത്രികകൾ കൊണ്ട് കത്രിക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവർ പറയാണ് അന്ന ജുലൂദഹും അൻ തുഖറല ബിൽ മഖാരിൽ, കത്രികകൾ കൊണ്ട്, ആയുധങ്ങൾ കൊണ്ട് തങ്ങളുടെ തൊലികളൊക്കെ മുറിക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എപ്പോഴത് പറയാന്നറിയോ? ലമ്മാ യറൗന ജസാഅ അഹ്ലിൽ ബലാ, പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകൾക്ക്, പരീക്ഷണങ്ങൾക്ക് വിധേയരായവർക്ക്, ദീനിന്റെ പേരിൽ കഷ്ടപ്പെട്ടവർക്ക് പരലോകത്ത് സർവശക്തനായ അള്ളാഹു സ്വർഗത്തിലെ അവരുടെ പദവികൾ ഇങ്ങനെ ഉയർത്തി ഉയർത്തി കൊടുക്കുന്നത് കാണുമ്പോൾ, സ്വർഗത്തിലെ അവരുടെ പ്രതിഫലം കാണുമ്പോൾ യാതൊരു പ്രയാസവുമില്ലാതെ സുഖത്തോടുകൂടി അനുഗ്രഹത്തിൽ അനുഭൂതിയിൽ ഇങ്ങനെ ദുനിയാവിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവർ പരലോകത്തെത്തുമ്പോൾ കൊതിക്കുന്നു, പടച്ചവനെ അത്ര സുഖം ദുനിയാവിൽ ഞങ്ങൾക്ക് വേണ്ടിയിരുന്നില്ല, ഞങ്ങൾക്ക് കഷ്ടപ്പാടുകൾ ഇല്ലാതെ പോയല്ലോ. വിഷയം മനസ്സിലായോ? അപ്പൊ സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവി തന്നെ കൊതിക്കണം, അതിനുവേണ്ടി തന്നെ പണിയെടുക്കും വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സ്വർഗത്തിൽ വ്യത്യസ്തങ്ങളായ മണിമേടകളുണ്ട്, കൊട്ടാരങ്ങൾ. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് രാവിൽ സ്വർഗം കാണിക്കപ്പെട്ടു, നരകവും കാണിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം ഒരു വലിയ വിശാലമായ കണ്ണെത്താ ദൂരത്ത് ഒറ്റ മുത്തുകൊണ്ടുള്ള ഒരു മഹാകൊട്ടാരം, ഒരു മുത്തുകൊണ്ട് തിളങ്ങി വർണ്ണരാജകൾ മാറി മറയുന്ന ഒരൊറ്റ കൊട്ടാരം. അതിങ്ങനെ കണ്ടു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണഞ്ചിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലെടുത്ത് അതിലൊന്ന് പ്രവേശിക്കാൻ ഒരുങ്ങി. എന്നിട്ട് ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഇത് ആർക്കാണ് നാളെ കിട്ടുക? അപ്പോൾ പറഞ്ഞു, ഇത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാല് പിൻവലിച്ചു. ഉമറുൽ ഫാറൂഖിന്റെ അഭിമാന രോഷത്തെക്കുറിച്ച് എനിക്കറിയാമായിരുന്നത് കൊണ്ട് ഞാൻ ആ സ്വർഗത്തിൽ കാല് വെച്ചില്ല, അദ്ദേഹം തന്നെ വെക്കട്ടെ അതിലൊന്നാമത്തെ കാല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാ സ്വർഗത്തിലെ മണിമേടകളിൽ ഒരൊറ്റ മണിമേടയെ കുറിച്ച്. അവർ ഒരാൾക്ക് തന്നെ എത്ര കൊട്ടാരങ്ങൾ, ആ കൊട്ടാരങ്ങളിൽ താഴ്ഭാഗത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികൾ, നയനാനന്ദകരമായ കാഴ്ചകൾ, തണൽ പരത്തുന്ന മരങ്ങൾ, അവർക്ക് അങ്ങേയറ്റത്തെ ആ പരിമളം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന സുഗന്ധം പരത്തുന്ന സുന്ദരമായ പുഷ്പങ്ങൾ, അവരുടെ കാതുകളെ ആനന്ദിപ്പിക്കുന്ന നാദം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന കിളികൾ. ഇങ്ങനെയാണ് സ്വർഗം. ആ സ്വർഗത്തിലെ വലിയ കൊട്ടാരങ്ങളെക്കുറിച്ച്, മണിമേടകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ലാകിനില്ലദീന തഖൗ റബ്ബഹും ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫും മബ്നിയത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വഅദല്ലാഹു ലാ യുഖ്ലിഫുല്ലാഹുൽ മിയാദ്. സൂറത്ത് സുമറിലെ തന്നെ 20-ാമത്തെ ആയത്ത്. പക്ഷേ തങ്ങളുടെ രക്ഷിതാവിനെ കാത്തു സൂക്ഷിച്ച് ജീവിച്ചവരാരാണോ അവർക്കാണ് മേൽക്കുമേൽ തട്ടുകളായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മണിമേടകളുള്ളത്. അവയുടെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണത്. അള്ളാഹു ആകട്ടെ ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുകയില്ല. സത്യവിശ്വാസികൾക്ക് മാത്രം. ദുനിയാവിന്റെ കൊട്ടാരങ്ങൾക്ക് വേണ്ടി ഏത് ഹറാമും നെറുകേടും ചെയ്യുകയും കള്ളത്തരവും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കാണിക്കുകയും ദുനിയാവിലെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി ഹറാമുകളിലേക്ക് കണ്ണു തുറന്നു വെക്കുകയും ഹറാമുകളിലേക്ക് കാത് കൂർപ്പിച്ചു വെക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇത്രയും സുന്ദരമായ സ്വർഗത്തിന്റെ കാഴ്ചകൾ കാണാനും സ്വർഗത്തിന്റെ സുന്ദരമായ നാദങ്ങൾ നുകരാനും കഴിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? സ്വർഗം കിട്ടണമെങ്കിൽ വേറിട്ട് ജീവിക്കണം. നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ജീവിക്കുന്നത് പോലെ തന്നെ നമ്മളും ജീവിക്കുക, എന്നിട്ട് നമുക്ക് സ്വർഗം കിട്ടണം നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ ഒരു വ്യാമോഹം വേണ്ട. അങ്ങനെ എളുപ്പ വഴിക്ക്, കുറുക്കു വഴിക്ക് സ്വർഗത്തിലെത്താമെന്ന് ആരും കരുതണ്ട. വഹൽ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. അമല് ചെയ്യാതെ നിങ്ങൾക്ക് കൂലി കിട്ടുമോ? ചോദ്യം. പണിയെടുക്കാതെ സ്വർഗത്തിലെത്താൻ പറ്റില്ല. ശരിയായ വിശ്വാസം, അത് പഠിക്കണം. പഠനമാണ് ഒന്നാമത്തെ പണി. 2, പഠിച്ച കാര്യങ്ങൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ വൈകാതെ പകർത്തണം. നാളത്തേക്ക് മാറ്റിവെച്ചാൽ നാളെ അത് ചെയ്യാൻ നമുക്ക് അവസരം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇന്ന് ചെയ്യാൻ കഴിയുന്ന സ്വർഗത്തിലേക്കുള്ള പണി ഇന്ന് തന്നെ ചെയ്യണം. അൽ ജന്നത്തു ഹിയ അഖറബു മിൻ ശിറാക്കിൻ നഅലി. അത് ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ്. ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം സ്വർഗത്തിലേക്ക് നമ്മൾ അടുപ്പിക്കും. ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മുടെ ശരീരത്തിൽ അടുത്ത് വേറെന്താ ഉള്ളത്?
ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ് സ്വർഗം. വന്നാറു കദാലിക്, നരകവും അങ്ങനെ തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇനി അങ്ങനെ ഈ വിശാലമായ കവാടങ്ങൾ കടന്ന് മണിമേടകളുള്ള ഈ സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള മണ്ണുകൾ എന്താണെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിഅ്റാജ് രാവിൽ ഞാൻ സ്വർഗത്തിന്റെ അരികിലെത്തി. സുമ്മ ഉദ്ഖിൽതുൽ ജന്നത, അങ്ങനെ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു. ഫഇദൻ ഫിഹാ ജനാബിദുൽ ലുഅ്ലു വഇദൻ തുറാബുഹൽ മിസ്ക്, അവിടുത്തെ ചരൽക്കല്ലുകൾ, കല്ലുകൾ അത് മുത്തുകളാണ്. അവിടുത്തെ മണ്ണ് കസ്തൂരിയാണ്. സ്വർഗത്തിന്റെ മണ്ണ് കസ്തൂരിയാണ്, സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്ന കസ്തൂരിയാണ് സ്വർഗത്തിന്റെ മണ്ണ്. അവിടെ ചെളിയില്ല, മാലിന്യങ്ങളില്ല, നമുക്ക് വിഷമാവസ്ഥയുണ്ടാക്കുന്ന ഒരു വസ്തുവും അവിടെയില്ല. സ്വർഗത്തിലെ ചരൽക്കല്ലുകൾ എന്ന് പറഞ്ഞാൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന മുത്തുരത്നങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വർഗത്തിലതാ പിന്നീട് അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളെ കുറിച്ച് വബശ്ശിരില്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ സുവാർത്ത അറിയിക്കണം. അന്നലഹും ജന്നാത്ത്, അവർക്ക് തോട്ടങ്ങളുണ്ട്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. സൂറത്തുൽ ബഖറയിൽ 25-ാമത്തെ വചനം. വിശുദ്ധ ഖുർആനിൽ എത്രയോ ഇടങ്ങളിൽ സ്വർഗം അതിന്റെ താഴ്ഭാഗങ്ങളിൽ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന് പഠിപ്പിച്ചത് കാണാം. ആ നദികൾ പല ഇനങ്ങളാണ്. വീണ്ടും നമ്മൾ സൂറത്ത് മുഹമ്മദിലെ 47-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ ആയത്തിൽ വരുമ്പോൾ മസലുൽ ജന്നത്തില്ലത്തി വഅദൽ മുത്തഖൂൻ, തഖ്വയുള്ളവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിന്റെ മാതൃക. എങ്ങനെയാണ് ആ സ്വർഗം? തഖ്വയുള്ളവർക്ക് പടച്ചതമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം എങ്ങനെയാണ്? ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമു വഅൻഹാറും മിൻ ഖംറിൻ ലദത്തിൻ ലിശ്ശാരിബീൻ വഅൻഹാറുൻ മിൻ അസലിൻ മുസഫ വലഹും ഫീഹാ മിൻ കുല്ലി ثمرات വമഗ്ഫിറത്തും മിൻ റബ്ബിഹിം എന്നിങ്ങനെ തുടങ്ങി സ്വർഗത്തിനെ കുറിച്ച് പറയാം. എന്താ ആ സ്വർഗത്തിന്റെ മാതൃക എന്താണെന്നറിയുമോ? അതിൽ പകർച്ച വരാത്ത വെള്ളത്തിന്റെ അരുവികളുണ്ട്. വെള്ളം കുറച്ചു കഴിഞ്ഞാൽ കലങ്ങിപ്പോവില്ല, അതിന് രുചിഭേദം വരികയില്ല. പാലിന്റെ നദികളും കുടിക്കുന്നവർക്ക് ആസ്വാദ്യമായ മദ്യത്തിന്റെ നദികളും ശുദ്ധീകരിക്കപ്പെട്ട തേനിന്റെ നദികളുമുണ്ട്. തേനും പാലും മദ്യവും രുചി ചേർന്നൊഴുകുന്ന ഹൃദ്യമായ ആസ്വാദനം പകരുന്ന നദികളാണ് അവിടെ നമുക്ക് കുടിക്കാൻ. കൈകൾ ഇങ്ങനെ നദികളുടെ നേരെ നീട്ടിവെച്ചാൽ മതി, വെള്ളം കയ്യിലേക്ക് കയറി വരും. കോരി കുടിക്കേണ്ടതില്ല. എന്നാൽ നമുക്ക് അതുകൊണ്ട് വല്ല പ്രയാസമുണ്ട്. പിന്നെ കൈ കഴുകി വൃത്തിയാക്കണോ? അതിന്റെ ആവശ്യമില്ല. കാരണം അത് അഴുക്കല്ല, അത് മാലിന്യമല്ല. യാതൊരു നിലക്കും അവിടെ ഒന്നുമില്ല, ഒരു നിലക്കുള്ള പ്രയാസങ്ങളും അവിടെ ഉണ്ടാകുന്നില്ല എന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ എല്ലാത്തരം കായികനികളും തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനവുമുണ്ട് എന്ന് പരിചയപ്പെടുത്തി. ആ സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്ക് ആസ്വദിക്കാനുള്ള അരുവികളുടെ കൂട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്, നമ്മുടെ കൂട്ടത്തിലെ മുഅ്മിനുകൾ ഉൾപ്പെടെ ആസ്വദിക്കുന്ന ഒരു പ്രത്യേക അരുവിയുണ്ട്, ഹൗദുൽ കൗസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സവിശേഷമായി നൽകിയ അളവറ്റ അനുഗ്രഹമാണ് ഹൗദുൽ കൗസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈനമാ അന അസീറു ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇദൻ അന ബിനഹർ, ഞാൻ വലിയ ഒരു അരുവിയുടെ അരികിലെത്തി. ഖിബാബുദ്ദുരിൽ മുജവ്വഫ്, അവിടെ എന്താണ്? അവിടെ അതാ മുകളിൽ വലിയ കുബ്ബകൾ കൊണ്ട് അത് ആവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുന്ദരമായ കുബ്ബകൾ കൊണ്ട് അലങ്കരിച്ച് കെട്ടിടങ്ങൾ പടുത്ത ഒരു വലിയ അരുവി താഴ്ഭാഗത്ത്. ഖുൽതു മാ ഹാദാ യാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഏതാണ് ഈ കുബ്ബയുടെ ഉള്ളിലുള്ള അരുവി? ഖാല ഹാദൽ കൗസർ, ഇതാണ് കൗസർ. അല്ലദീ അഅതാക റബ്ബുക, ഇത് താങ്കൾക്ക് മാത്രമായി താങ്കളുടെ റബ്ബ് നൽകിയിട്ടുള്ളതാണ്. ഫഇദൻ തീനുഹു മിസ്കുൻ അദ്ഫർ, ഇതിന്റെ മണ്ണെന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ സുന്ദരമായ സുഗന്ധം പരത്തുന്ന കസ്തൂരിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആര് പറഞ്ഞു? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. നബി പറയാണ്, ആദ്യം ഞാൻ ആ ഹൗദുൽ കൗസറിന്റെ അടുത്ത് ചെല്ലും, അന ഫറതുക്കും, ഞാനാണ് ആദ്യം അവിടെ കൂടി വരിക. അത് കഴിഞ്ഞാലോ എല്ലാവരുടെയും മുന്നേ എത്തി. പിന്നീട് അവിടെ അതാ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ കണക്കെയുള്ള തിളങ്ങുന്ന കോരികൾ ഇഷ്ടം പോലെ, ഒരുപാട് കണ്ണെത്താത്ത ദൂരത്ത് നീളവും വീതിയുമുള്ള, തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെളുപ്പുള്ള അതീവ ഹൃദ്യമായ ഹൗദുൽ കൗസർ.
ഞാൻ അതിൽ നിന്ന് എൻ്റെ ഉമ്മത്തിന് ഇങ്ങനെ കോരിക്കൊടുക്കും. ഇഷ്ടം പോലെ ഓരോരുത്തരും കോരിക്കുടിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചാളുകൾ എൻ്റെ അടുത്ത് വരും. മലക്കുകൾ വന്ന് അവർക്കിടയിൽ മറയിടും. എനിക്കവരെ പരിചയമാകുന്നുണ്ട്, അവർക്കെന്നെയും മനസ്സിലാകുന്നുണ്ട്. അതായത് എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് അവരെന്ന് ഞാൻ അറിയുന്നു. പരലോകത്ത് മഹ്ശറിൽ ഓരോ പ്രവാചകന്മാരും അവരുടെ പിറകിൽ അവരുടെ ഉമ്മത്തും എന്ന നിലക്കാണ് വിചാരണ കാത്തിരിക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറകിൽ നിന്ന കൂട്ടരാണ് ഇവിടെ അവഗണിക്കപ്പെടുന്നത്. അങ്ങനെ അവർ മറയിടപ്പെടുകയും ഹൗദിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്യുമ്പോൾ ഉമ്മത്തി ഉമ്മത്തി, ഇതെന്റെ ഉമ്മത്താണല്ലോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കും. അപ്പോൾ വിശദീകരണം കേൾക്കാം. ഇല്ല, ഇന്നക ലം തഅരിഫ് മാ അഹ്ദസു ബഅദക്, നിന്റെ കാലശേഷം അവരെന്താണ് പ്രവർത്തിച്ചത്, പുതുതായി കടത്തിക്കൂട്ടിയത് നിനക്കറിയില്ല. ബിദ്അത്തുകൾ ചെയ്ത സമൂഹമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ തന്നെയാണ്. ഉമ്മത്ത് 73 കക്ഷികളാവും, 72 ബിദ്അഈ കക്ഷികളായിരിക്കും. ഒന്ന് മാത്രമാണ് സുന്നത്തിന്റെ മാർഗത്തിൽ പൂർണ്ണമായി അടിയുറച്ചു നിൽക്കുക. ബിദ്അത്തിന്റെ കക്ഷികളാണ് ഈ മറയിടപ്പെട്ടവർ. അത് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയും, സുഹുഖൻ സുഹുഖ, ദൂരെ പോകൂ, ദൂരെ പോകൂ. എന്റെ കാലശേഷം ലിമൻ ഗയ്യറ ബഅദി, എന്റെ കാലശേഷം ദീനിന് മാറ്റം വരുത്തിയ ആളുകൾ ദൂരെ ദൂരെ പോയിക്കൊള്ളുക, എന്റെ അടുത്തേക്ക് വരരുത്, നിങ്ങൾക്ക് ഹൗദുൽ കൗസർ കുടിപ്പിക്കപ്പെടുകയില്ല എന്ന് ദീനിൽ പുത്തനാചാരങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളോട് താക്കീതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇതിനു പുറമെ തസ്നീം എന്ന് പറയുന്ന പാനീയത്തെക്കുറിച്ച്, സൽസബീൽ എന്ന് പറയുന്ന പാനീയത്തെക്കുറിച്ച്, സ്വർഗത്തിലെ സവിശേഷമായ ചില അരുവികളും പാനീയങ്ങളും ഒക്കെ വ്യത്യസ്തമായ രുചി പകരുന്ന നദികളെക്കുറിച്ച്, ഉറവക ജലങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഇതിനു പുറമെ ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ, നദികൾക്കും അരുവികൾക്കും പുറമെ ഉറവു ജലങ്ങൾ ഉണ്ടാവും, തെളിഞ്ഞ നല്ല തെളിവ് നേര്. അതാണ് അവർ തണലുകളിലും ഉറവകളിലുമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. യുസ്ഖൗന മിൻ റഹീഖിൻ മഖ്തൂം, മുദ്രവെക്കപ്പെട്ട ശുദ്ധമായ മദ്യത്തിൽ നിന്ന് കുടിക്കാൻ നൽകപ്പെടും. ഖിതാമുഹു മിസ്ക്, അതിന്റെ അടപ്പ് തന്നെ കസ്തൂരിയാണ്. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ സ്വർഗത്തിലെ പാനീയത്തിനു വേണ്ടി മത്സരിച്ചു കൊള്ളട്ടെ. നമ്മളിന്ന് ദുനിയാവിനു വേണ്ടിയാണ് മത്സരം. ദുനിയാവിൽ എത്ര കാലം മത്സരിക്കും? ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബർ വരെ. അത്രയേ ഉള്ളൂ ദുനിയാവിന്റെ മത്സരം. എന്നാൽ മത്സരിക്കുകയാണെങ്കിൽ എന്തു വേണം? സ്വർഗത്തിൽ ഈ അവിടെയുള്ള അരുവികൾക്ക് വേണ്ടി, അവിടെയുള്ള പാനീയങ്ങൾക്ക് വേണ്ടി മത്സരിക്കട്ടെ എന്ന് പരിചയപ്പെടുത്തി. സ്വർഗത്തിൽ കുടിപ്പിക്കപ്പെടുന്ന മദ്യം എന്ന് പറഞ്ഞാൽ അത് ദുനിയാവിലെ മദ്യമാണോ? ലഹരി ഉണ്ടാക്കുന്ന മദ്യമാണോ? അല്ല. ഛർദി ഉണ്ടാക്കുന്ന, വയറുവേദന ഉണ്ടാക്കുന്ന മദ്യമാണോ? അല്ല. അസുഖമുണ്ടാക്കുന്ന, തലവേദന ഉണ്ടാക്കുന്ന മദ്യമാണോ? അല്ല. അതിനെ മദ്യമെന്ന് പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ദുനിയാവിലെ മദ്യവുമായി അതിനൊരു ബന്ധവുമില്ല. അത് ലഹരിയിൽ യാതൊരു ബോധവുമില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ അധപ്പതിപ്പിക്കുന്നില്ല. അതേപോലെ തന്നെ അവനെ രോഗിയാക്കുന്നില്ല, അവന് മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നില്ല, അവനിൽ നിന്ന് ദുർഗന്ധങ്ങൾ ഉണ്ടാകുന്നില്ല. അത് സ്വർഗത്തിന്റെ ഹൃദ്യമായ, നാം കാത്തിരിക്കേണ്ടതും പടച്ചവനോട് ചോദിക്കേണ്ടതുമായ പാനീയം എന്ന നിലക്കാണ്. അല്ലേ? വിശുദ്ധ ഖുർആൻ വയുസ്ഖൗന ഫിഹാ കഅസൻ കാന മിസാജുഹാ സൻജബീല ഐനൻ ഫിഹാ തുസമ്മ സൽസബീല. സൻജബീൽ എന്ന് പറയുന്ന സവിശേഷമായ ഒരു തരം ഇഞ്ചി നീര് കൂട്ടിക്കലർത്തിയ പാനീയമാണ് സൽസബീൽ. അതിന്റെ പേരാണ് സൽസബീൽ. ഇനി അവിടെയുള്ള മരങ്ങളെക്കുറിച്ച്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, റബ്ബിന്റെ മുന്നിൽ നിൽക്കണമെന്ന് പേടിക്കുന്ന ആളുകൾക്ക് 2 സ്വർഗമുണ്ട്. റബ്ബിന്റെ മഖാമിനെയാണ് ഭയപ്പെടേണ്ടത്, അല്ലാതെ ഔലിയാക്കന്മാരെയും തങ്ങന്മാരെയും ബീവിമാരെയും മഖാമിന്റെ മുന്നിൽ പേടിച്ചു നിൽക്കുന്നവർക്കല്ല ഇത്. റബ്ബിന്റെ മുന്നിൽ മാത്രം പേടിച്ചു നിൽക്കുന്നവർക്ക് 2 സ്വർഗമുണ്ട്. എങ്ങനെയുള്ള സ്വർഗം? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ലവാതാ അഫ്നാൻ, പലതരം സുഖ ഐശ്വര്യങ്ങളുള്ള 2 തോട്ടങ്ങൾ. അതാണ് ഓരോ തോട്ടത്തിലും വ്യത്യസ്തങ്ങളായ സുഖാനുഭവങ്ങളാണ്. അതാണ് ദവാത്ത അഫ്നാൻ. അഫ്നാൻ പലതരം ഐശ്വര്യങ്ങൾ, കലകൾ, ആസ്വാദനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന തോട്ടം. കുറച്ച് ഞാൻ വീണ്ടും പറയാം അടുത്ത ആയത്തുകളിൽ. അതുകൂടാതെ വമിൻ ദൂനിഹിമാ ജന്നത്താൻ, അത് 2ഉം കൂടാതെ വേറെ 2 തോട്ടങ്ങളുമുണ്ട്. ഇതൊക്കെ ഒരാൾക്കുള്ള സ്വർഗത്തെക്കുറിച്ചാണ് പറയുന്നത്, ഒരാൾക്കുള്ള സ്വർഗത്തെക്കുറിച്ച്. എന്നിട്ട് വീണ്ടും പറഞ്ഞു ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ മുദ്ഹാമ്മതാൻ, കണ്ണിന് കുളിർമയേകുന്ന കടും പച്ച നിറമുള്ള ഹൃദ്യമായ തോട്ടങ്ങൾ. അതാണ് സ്വർഗത്തെക്കുറിച്ച്. അവിടെ ഫീഹിമാ മിൻ കുല്ലി ഫാകിഹത്തിൻ സൗജാൻ,
അവ രണ്ടിലും ഓരോ പഴവർഗത്തിൽ നിന്നുമുള്ള ഈ 2 ഇനങ്ങളുണ്ട്. എല്ലാത്തരം പഴവർഗ്ഗങ്ങളുടെയും 2 ഇനങ്ങൾ. ഇത് ദുനിയാവിൽ കഴിച്ചതാണോ? ഇല്ല. വ ഉതൂബിഹാ മുത്തശാബിഹ വ ഉതൂബിഹി മുത്തശാബിഹ. അവിടെ അവർ കൊണ്ടുവരപ്പെട്ടത് സദൃശമായത് മാത്രമാണ്. അതായത് അവിടെ കഴിക്കുമ്പോൾ അവർ പറയുന്നത് കുല്ലമാ റുസുഖു മിൻഹാ മിൻ സമറത്തി റിസ്ഖ ഖാലു റുസുഖന ഹാദാ മിൻ ഖബൽ. ഇത് ഞങ്ങൾ നേരത്തെ ദുനിയാവിൽ കിട്ടിയതാണല്ലോ എന്ന് പറയും കാണുമ്പോൾ. പക്ഷേ രുചിച്ചാൽ വ്യത്യാസമുണ്ടാകും. എല്ലാത്തരം പഴങ്ങളിൽ നിന്നും ഈ 2 ഇനങ്ങൾ അവർക്ക് വേണ്ടി അവിടെ തയ്യാറാക്കി വെച്ചിരിക്കും. എന്നിട്ടോ ഉകുലുഹാ ദായിമുൻ വളില്ലുഹാ, 13-ാമത്തെ അധ്യായം സൂറത്തുർ റഅദിലെ 35-ാമത്തെ ആയത്ത്. എപ്പോഴും കനികൾ ഉണ്ടാകും. നമ്മളിങ്ങനെ പറയുന്നത് പോലെ ഇന്ന് ഇത് മാങ്ങയുടെ കാലമാണ്, ചക്കയുടെ കാലമാണ്, ഇത് ഇന്ന പഴത്തിന്റെ കാലമാണ്, ഈത്തപ്പഴത്തിന്റെ കാലമാണ് എന്ന് പറഞ്ഞ വ്യത്യസ്ത കാലങ്ങളല്ല. ഈ എല്ലാ കാലത്തും ഉകുലുഹാ ദായിം, എന്നും കനികൾ ഇങ്ങനെ നിറഞ്ഞു തൂങ്ങി നിൽക്കുന്ന മരങ്ങളാണ് സ്വർഗത്തിൽ ഉണ്ടാവുക എന്ന് പരിചയപ്പെടുത്തി. ഇനി വഫവാകിഹ മിമ്മാ യസ്തഹൂൻ, കൊതിക്കുന്ന എല്ലാ പഴങ്ങളുമുണ്ട്. തൂങ്ങി നിൽക്കുന്നത് മാത്രമല്ല, നിങ്ങളൊരു പഴം കൊതിച്ചാൽ ആ പഴം അവിടെ ഉണ്ടാകും. ഉണ്ടെങ്കിൽ അത് തെരഞ്ഞു പോകണമോ, അത് ലഭ്യമാകാൻ കഷ്ടപ്പെടണമോ? വേണ്ട. വജനൽ ജന്നതൈനിദാൻ, ആ 2 തോട്ടങ്ങളും അതടുത്തു വന്ന് നിങ്ങൾക്ക് പറിച്ചെടുക്കാവുന്ന അകലത്തിലാണുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം കായികനികൾ താഴ്ന്നു നിൽക്കുന്നവയായിരിക്കും. പഴം ഇങ്ങനെ കൊതിച്ചാൽ മതി, ചില്ല നമ്മുടെ അടുത്തേക്ക് ഇങ്ങ് വരും. ഇത് കഥയല്ല, നമ്മെ മോഹിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഏതെങ്കിലും നിലക്കുള്ള പൊയ്വാക്കുകൾ അല്ല, വാസ്തവമാണ്, സത്യം മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിന്റെ മുമ്പ് ആ തെളിഞ്ഞ സമയത്ത് തന്റെ വലത് കൈ നെഞ്ചോട് ചേർത്ത് പറയുന്നു, പടച്ചവനെ, സ്വർഗം സത്യമാണ്, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. അതിലൊന്നും കൂട്ടി പറയാനില്ല, ഒന്നും കുറയ്ക്കാനുമില്ല. ഉള്ളതുപോലെ നമുക്ക് മനസ്സിലാകാവുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ഇങ്ങനെയൊക്കെയുള്ള കനികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ മരങ്ങൾ, അതിന്റെ ഇലകളാണെങ്കിലോ എത്ര വർണ്ണരാജികൾ മിന്നിമറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിന്റെ കനികളാണെങ്കിലോ ഹജറിലെ തോൽക്കുടങ്ങൾ പോലെ വലിയ വലുപ്പമുള്ളവയായിരിക്കും എന്ന് പരിചയപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്ന ഫിൽ ജന്നത്തി ഷജറ, സ്വർഗ്ഗത്തിൽ ഒരു മരമുണ്ട്, യസീറു റാകിബുൽ ജവാദ് അൽ മുൽമർ, ഒരു വേഗതയുള്ള കുതിര സവാരിക്കാരൻ ആ മരത്തണൽ മുറിച്ചു കടന്നാൽ, അസ്സരി, വേഗതയുള്ള ഒരു കുതിര സവാരിക്കാരൻ മുറിച്ചു കടന്നാൽ, 100 ആമിൻ, 100 വർഷങ്ങൾ മുറിച്ചു കടന്നാലും, 100 വർഷങ്ങൾ സഞ്ചരിച്ചാലും, മാ യഖ്തഉഹ, അത് മുറിച്ചു കടന്നിട്ടുണ്ടാവില്ല. സ്വർഗത്തിലെ ഒരു മരം, ആ മരത്തിന്റെ തണലിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന കുതിരപ്പുറത്തൊരു യാത്രികൻ സഞ്ചരിച്ചാൽ, 100 വർഷം സഞ്ചരിച്ചാലും ഒരു മരത്തിന്റെ തണൽ വിട്ടുകിടന്നിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള മരങ്ങളാണ് തണൽ വിരിച്ച് നമ്മുടെ കണ്ണിന് ആനന്ദം പകർന്ന് നമ്മുടെ നാസാരന്ധ്രങ്ങളിലേക്ക് പരിമളം പരത്തി നമുക്ക് വേണ്ടി ഇങ്ങനെ ചില്ലകൾ വിരിച്ചു നിൽക്കുന്നത് എന്നാണ് പടച്ചതമ്പുരാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാഫിൽ ജന്നത്തി ഷജറ ഇല്ലാ വസാഖുഹാ മിൻ ദഹബ്, സ്വർണത്തിന്റെ കാണ്ഡങ്ങളില്ലാത്ത ഒരു മരവും സ്വർഗത്തിലില്ല. എല്ലാ മരത്തിന്റെ തടിയും സ്വർണമാണ്. നമ്മുടെ മനസ്സുകളെ സന്തോഷിപ്പിക്കുന്ന, കണ്ണുകളെ കുളിരണിയിക്കുന്ന എല്ലാ സംവിധാനങ്ങളും പടച്ചതമ്പുരാൻ സ്വർഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നു. വഅന്ന ഗൈറാസഹാ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ആ ചെടികളൊക്കെ റബ്ബിനെ വാഴ്ത്തുന്നു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ ചെടികൾക്കൊക്കെ എന്താ ജോലി? ചെടികൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ പോകുന്ന സത്യവിശ്വാസിയുടെ ഉച്ഛ്വാസ നിശ്വാസങ്ങളും ശ്വാസോച്ഛ്വാസങ്ങളും അങ്ങനെ തന്നെ. എങ്ങനെ? അല്ലാഹു അക്ബർ. ഓരോ സത്യവിശ്വാസം അതിങ്ങനെ യാദൃശ്ചികമായി ശ്വാസോച്ഛ്വാസം നടക്കുന്നത് പോലെ അവന്റെ ഉള്ളിൽ നിന്ന് ദിക്റുകൾ വന്നുകൊണ്ടിരിക്കും. അവിടെയുള്ള ചെടികൾ, മരങ്ങൾ ദിക്റുകളിൽ റബ്ബിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ റബ്ബിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണത്തിന്റെ കാണ്ഡങ്ങളുള്ള അങ്ങേയറ്റത്തെ ശീതള ഛായ പരത്തുന്ന സ്വർഗത്തിലെ മരങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തി. സ്വർഗത്തിൽ ഏറ്റവും അവസാനമായി കടന്നു ചെല്ലുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി ആരും സ്വർഗത്തിൽ വരാനില്ല. മുശ്രിക്കുകൾ എന്നും നരകത്തിലാണ്. പടച്ചവനില്ല എന്ന് തീരുമാനിച്ച ആളുകൾ എന്നും നരകത്തിലാണ്. നമസ്കാരം ബോധപൂർവം വേണ്ടെന്ന് വെച്ചവർ എന്നും നരകത്തിലാണ്. അത് കഴിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടവർ
അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അതിൽ മറ്റു തിന്മകളുണ്ട്, അത് റബ്ബ് പുറത്തു കൊടുത്തില്ല എങ്കിൽ അതിന് നിശ്ചിതമായ കാലഘട്ടത്തിൽ നരകത്തെ അവരെ ശിക്ഷിക്കും. അതിനുശേഷം അവരെ അള്ളാഹു പുറത്തു കൊണ്ടുവരും. കുറെ കാലം നരകത്തിൽ ശിക്ഷ ഏറ്റുവാങ്ങി. നരകത്തിന്റെ ഒരു ദിവസം 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. ആ നരകത്തിൽ ഒരു ദിവസം കിടക്കുന്നത് പോലും ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിലും ഫസ്ബിറു ഔലാ തസ്ബിറു സവാഉൻ അലൈക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഏതായാലും കുറച്ചാളുകൾ നരകത്തിൽ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടാണെങ്കിലും സ്വർഗത്തിലേക്ക് വരാൻ ഭാഗ്യം കിട്ടുന്നവരാണ്. അങ്ങനെ ഓരോരുത്തരെ കൊണ്ടുവന്നു. ഇനി ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരും വന്നു. അയാളെയും കൂടി നരകത്തിൽ നിന്ന് പുറത്തിട്ടാൽ നരകം ക്ലോസ് ചെയ്തു. ബാക്കിയുള്ളവർ ഇനി എന്നും നരകത്തിൽ തന്നെ. തൗഹീദുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹു മറ്റ് ശിക്ഷകൾ കഴിഞ്ഞതിന് ശേഷം, എത്രയാണോ അള്ളാഹു ഉദ്ദേശിച്ച കാലം, അത് കഴിഞ്ഞതിന് ശേഷം നരകത്തിൽ നിന്ന് കരിക്കട്ടെ പോലെ ആ മനുഷ്യനെടുത്ത് പുറത്തിടും. നല്ല ഒരു പുൽമേട്ടിൽ നല്ല തണുപ്പ് ആസ്വദിച്ചുകൊണ്ട് ആസ്വാദനവുമായി ആ മനുഷ്യനിരിക്കും. സുന്ദരമായ കാഴ്ചകളാണ്. തഖ്റുജു ശജറത്തുൻ അമാമഹു, അവന്റെ മുന്നിൽ ഒരു മരം ഇങ്ങനെ വളർന്നു പൊങ്ങും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള മരങ്ങൾ. അതിലൊരു മരം അവൻ കാണും. റബ്ബിനോട് അവനവന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഓർത്തുകൊണ്ട് തന്നെ പറയും, റബ്ബേ ലാ അസ്ബിർ, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എന്നെ നീ ആ മരത്തിന്റെ അരികിലൊന്ന് ഇരിക്കാൻ അനുവദിക്കുമോ? നരകത്തുനിന്ന് പുറത്തു വന്നത് തന്നെ വലിയ കാര്യം. അള്ളാഹു ചോദിക്കുന്നു, ഞാൻ ആ മരത്തിന്റെ ചുവടെ ഇരിക്കാൻ എന്നെ അനുവദിച്ചാൽ, ആ മരത്തിന്റെ തണൽ ആസ്വദിക്കാൻ, ആ മരത്തിന്റെ പഴച്ചാറുകൾ നുകരാൻ, ആ മരത്തിലെ കിളികളുടെ നാദം അത് ആസ്വദിക്കാൻ നിനക്ക് ഞാൻ അവസരം തന്നാൽ ഇനി നീ വേറെ വല്ലതും എന്നോട് ചോദിക്കുമോ? പടച്ചോൻ, ഇനി എനിക്കൊന്നും വേണ്ട, അത് മതി. അങ്ങനെ അവൻ ആ മരത്തിന്റെ ചുവടെ ഇരിക്കും. അതിന്റെ എല്ലാ തണലും അവൻ ആസ്വദിക്കും. അതിന്റെ കനികൾ അവൻ രുചിക്കും. അവിടെയുള്ള പൂക്കളുടെ പരിമളങ്ങൾ അവൻ നുകരും. അങ്ങനെ ആ സന്തോഷത്തിൽ ഇരുന്നവൻ നോക്കുമ്പോൾ കാണാം, അവന്റെ കണ്ണെത്തുന്ന ദൂരെ, അങ്ങ് ദൂരെ ഇതുപോലെ മറ്റൊരു മരം പൊങ്ങി വരും. അതിന് ഇതിനേക്കാൾ സൗന്ദര്യമുണ്ട്. അവിടുത്തെ പരിമളം ഇതിനേക്കാൾ ഹൃദ്യമാണ്. അവിടുത്തെ കാഴ്ചകൾ ഓരോന്നും ഇതിനേക്കാൾ സുന്ദരമാണ്. അവൻ പറയും, റബ്ബേ ലാ അസ്ബിർ, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഞാൻ വാക്കുണ്ട് എന്നോട് ഇനിയൊന്നും ചോദിക്കൂലാന്ന്, പക്ഷെ ചോദിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ആ മരത്തിന്റെ ചോട്ടിൽ ഞാനൊന്നിരിക്കട്ടെ. പടച്ചവനൊരു കുട്ടിയെ പിതാവ് കൊണ്ടുപോയി വിവിധ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുന്നത് പോലെ പടച്ചവൻ ഏർപ്പെടുത്തിയ മലക്കുകൾ ആ മരം, അത് കഴിഞ്ഞാൽ മറ്റൊരു മരം, അങ്ങനെ 100 കണക്കിന് പുതുമയുള്ള മരങ്ങളെല്ലാം കടന്ന് വജ്രങ്ങളും രത്നങ്ങളും പതിച്ച ഒരു വഴിയിലേക്ക് അവനെത്തും. യാതൊരു ക്ഷീണവുമില്ലാതെ, തളർച്ചയില്ലാതെ, വേദനയില്ലാതെ, വേവലാതിയില്ലാതെ ഒരു വലിയ കവാടത്തിങ്കൽ അവനെത്തുമ്പോൾ റബ്ബ് അവനോട് പറയും, ഉദ്ഖുലുൽ ജന്ന, ഇപ്പോൾ നീ സ്വർഗത്തിങ്കലെത്തി, അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ. നീ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ. ലക മിസ്ലുദ് ദുനിയ വമാ ഫീഹാ വഅശ്റു അംസാലിഹാ, നിനക്ക് ദുനിയാവിലുള്ള അത്രയും വിഭവങ്ങളുണ്ട്. ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളും നിനക്കുണ്ട്. അതിന്റെ 10 ഇരട്ടി നിനക്ക് വേറെയുമുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് അവനോട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറയും. ഇതുവരെ അവൻ കടന്നു വന്നതൊന്നും സ്വർഗമല്ല, അത് സ്വർഗത്തിലേക്കുള്ള വഴി മാത്രമാണ്. ഇനി അവൻ സ്വർഗത്തിലെത്തിയിട്ട് അവനോട് പറയും, നീ ഇതാ പ്രവേശിച്ചോളും. അവൻ റബ്ബിനോട് ചോദിക്കും, അത്തസ്ഖറു ബി, നീ എന്നെ കളിയാക്കുകയാണോ പടച്ചവനെ? അല്ല അല്ല. പടച്ചവൻ ചിരിക്കുന്ന അവന്റെ ചോദ്യം കേട്ടിട്ട്. അത് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. അത് ചിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അണപ്പല്ലുകൾ ഞങ്ങൾ കണ്ടിരുന്നു എന്ന് സ്വഹാബത്ത് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗത്തെ പറ്റിയുള്ള വിവരണം. അങ്ങനെ അവൻ ആ വഴിത്താരയിലൂടെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ടു. സ്വീകരിക്കാൻ ലക്ഷക്കണക്കായ, ആയിരക്കണക്കായ മലക്കുകൾ അവന് വേണ്ടി അവിടെ കാത്തിരുന്നു. ആ മലക്കുകൾ അവന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാണ്. അങ്ങനെ ആ സ്വർഗത്തിലേക്ക് അവൻ കടക്കേണ്ട താമസം, സ്വർഗത്തിലെ 1ാമത്തെ ഹൈമയുടെ അരികിൽ അവനെ കൊണ്ടുപോകും. ആ ഹൈമയിലെത്തിയാൽ മലക്കുകൾ അവനെ അങ്ങോട്ട് പ്രവേശിപ്പിച്ച് കൈയൊഴിയും. അപ്പോഴതാ ആ ഹൈമയുടെ അകത്ത് അവനെ സ്വീകരിക്കാൻ വേണ്ടി 2 തരുണികൾ കാത്തിരിക്കുന്നുണ്ടാകും. അവര് പറയും, നീ ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്, ഞങ്ങൾ നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. നിനക്ക് മുമ്പ് ഞങ്ങൾ മറ്റൊരാളെയും സ്പർശിച്ചിട്ടില്ല, ഞങ്ങളെ മറ്റാരും സ്പർശിച്ചിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചുകൊണ്ട് താലോലിച്ചുകൊണ്ട്
ഇനി അങ്ങോട്ട് അളവറ്റ അനുഗ്രഹങ്ങൾ നുകരാൻ വേണ്ടി സ്വർഗത്തിന്റെ മഹാവിസ്മയ ലോകത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ കടന്നുപോകുന്ന സമയത്ത് അവരുടെ വസ്ത്രത്തിന്റെ താഴ്ഭാഗങ്ങൾ ചലിക്കുമെന്നും അവരുടെ കണങ്കാലിന്റെ മുകളിലുള്ള മാംസളമായ ഭാഗങ്ങൾ അവർ കാണുമെന്നും അപ്പോൾ പ്രകാശം കൊണ്ട് അവരുടെ കണ്ണുകൾ വികസിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗത്തെക്കുറിച്ച് പറഞ്ഞു. അവസാനം സ്വർഗത്തിൽ പോകുന്നവനെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, ഹറാമുകളിലേക്ക് കണ്ണ് തുറന്നു വെച്ചാൽ ഈ ആസ്വാദനം നുകരാൻ എവിടെയാണ് ഭാഗ്യം? അതുകൊണ്ട് ഇത്രയും ഹൃദ്യമായ സ്വർഗത്തിലേക്ക് ഒരുങ്ങുക തന്നെ വേണം. സ്വർഗത്തിൽ നിങ്ങൾക്കറിയാം, അവിടുത്തെ ദിവസങ്ങൾ, അവിടുത്തെ കാലങ്ങൾ, അതൊന്നും നമുക്ക് ദുനിയാവുമായി നിർണ്ണയിക്കാൻ കഴിയില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സ്വഹീഹ് മുസ്ലിമിൽ, ഇന്ന ഫിൽ ജന്നത്തി ലസൂഖ, സ്വർഗത്തിലൊരു അരുവിയുണ്ട്, ഒരു അങ്ങാടിയുണ്ട്, മാർക്കറ്റുണ്ട്. യഅ്തൂനഹാ കുല്ല ജുമുഅത്തിൻ, എല്ലാ വെള്ളിയാഴ്ചയുമാണ് ആ മാർക്കറ്റിലേക്ക് ജനങ്ങൾ വരിക. വെറുതെ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങും, ഷോപ്പിങ്ങിന് വേണ്ടി. ഷോപ്പിംഗ് മനുഷ്യന്റെ ഒരു ആഗ്രഹമാണല്ലോ. ഇവിടെ ഇങ്ങനെ വായി നോക്കാൻ വേണ്ടി ഷോപ്പിംഗ് മാളിലെടുത്ത് നടക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയല്ല ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊരാളും അങ്ങാടിയിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന ആളാകരുത്, അവസാനം ഇറങ്ങി വരുന്ന ആളും ആകരുത്. അങ്ങാടിയിൽ 2-3 മണിക്കൂർ ചിലവഴിച്ചാൽ അതൊന്നും സമയം പോയത് ആരും അറിയില്ല. ക്ലാസ്സിന് 5 മിനിറ്റ് കൂടിയാൽ നമ്മൾ അറിയും. അതാണ് വ്യത്യാസം. നിങ്ങൾ അങ്ങാടിയിലേക്ക് ആദ്യമായി കടന്നു വരികയും അവസാനമായി പുറത്തു പോവുകയും ചെയ്യുന്നവരാവരുത്. പള്ളിയിലാണെങ്കിലും ക്ലാസ്സിനാണെങ്കിലും നമ്മൾ അവസാനം വന്നിട്ട് ആദ്യം പൊയ്ക്കോളും. അങ്ങാടിയിൽ ഏറ്റവും നേരത്തെ, സമയത്തിന് മുമ്പേ. ഇറങ്ങേണ്ട സമയം കഴിഞ്ഞാലും ഇറങ്ങൂല. ഒരിക്കലും അരുത്. പിശാച് മുട്ടയിടുന്നതും വിരിയിക്കുന്നതും കൊടി നാട്ടുന്നതും അവന്റെ സകല ഫിത്തനകളും ദുനിയാവിൽ തുടക്കം കുറിക്കുന്നതും മാർക്കറ്റുകളിലാണ്. സൂക്ഷിക്കണം. കച്ചവടക്കാർക്ക് ആ നിലക്ക് അനുവാദം ഉണ്ടെന്നല്ലാതെ മാർക്കറ്റ് നമുക്കിങ്ങനെ നേരം പോക്കാനുള്ള സംഗതിയല്ല. അതുകൊണ്ട് ഒഴിവു ദിനങ്ങളൊക്കെ മാർക്കറ്റിലേക്ക് നീക്കി വെക്കുന്ന ഏർപ്പാട് നിർത്തണം എന്ന് സാന്ദർഭികമായി ഞാൻ ഒന്ന് ഉപദേശിക്കുകയാണ്, എന്നോടും നിങ്ങളോടും. മാളുകൾ നമുക്ക് സന്ദർശിക്കാൻ യോജിച്ചതല്ലല്ലോ. അത്യാവശ്യത്തിനുള്ള ഇടപാടുകൾ നടത്തുന്നതിനെ കുറിച്ചല്ല ഈ സംസാരം. ശരി, കാരണം എന്താ? ഇത്രയും ഹൃദ്യമായ മാർക്കറ്റുകൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത് പടച്ചവൻ കാണിച്ചു. നമുക്ക് അങ്ങേയറ്റം ഉൾക്കൊള്ളാൻ തക്കവണ്ണം അതിനെക്കുറിച്ച് വിവരിച്ചു. പ്രവാചകൻ പറയുകയാണ്, എല്ലാ വെള്ളിയാഴ്ചയും അവർ വരും. ഒരു വടക്കൻ കാറ്റ് അവരെ തഴുകിപ്പോകും. അത് അവരുടെ മുഖങ്ങളിലൂടെ തഴുകും. വസിയാബിഹിം, അവരുടെ വസ്ത്രങ്ങളിലൂടെ തഴുകിപ്പോകും. ഫയസ്ദാദൂന ഹുസ്നം വജമാല, അവിടെ അവരുടെ സൗന്ദര്യം വർദ്ധിക്കും, അഴക് കൂടും. ഫയർജൂന ഇലാ അഹ്ലിഹിം, സ്വർഗത്തിലെ അവരുടെ താവളങ്ങളിൽ ബന്ധുക്കളിലേക്ക് അവർ മടങ്ങും. വഖദിസ്ദാദു ഹുസ്നം വജമാല, അവരുടെയും സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ട്. ഫയഖൂലു ലഹും അഹ്ലൂഹും, അവരോട് അവരുടെ ബന്ധുക്കൾ പറയുകയാണ്, വല്ലാഹി ഖദിസ്ദത്തും ബഅദനാ ഹുസ്നം വജമാല, ഞങ്ങളടുത്തുനിന്ന് പോയതിനേക്കാൾ നിങ്ങളുടെ സൗന്ദര്യം കൂടിയിട്ടുണ്ട്. ഫയഖൂലൂന, അവര് പറയും, വഅൻതും വല്ലാഹ്, പടച്ചവനാണ്, നിങ്ങളുടെ സൗന്ദര്യവും കൂടിയിട്ടുണ്ട്. ലഖദിസ്ദത്തും ബഅദനാ ഹുസ്നം വജമാല, ഞങ്ങൾ അങ്ങാടിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ സുന്ദരന്മാരാണ്, സുന്ദരികളാണ് നിങ്ങൾ. ഇങ്ങനെ സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അവസാനം സ്വർഗത്തിൽ വന്നവന്റെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ ആയിരിക്കുന്ന. അപ്പൊ ആദ്യം പോയ ആൾ അങ്ങനെ ഇരിക്കും. മാഷാ അല്ലാഹ്. സ്വർഗത്തിൽ എല്ലാവരും 60 മുഴം, ആദം അലൈഹി ഇസ്ലാമിന്റെ വലുപ്പം, എല്ലാവരും ആണും പെണ്ണും. അവിടെ അതിൽ കുറഞ്ഞതോ കൂടിയതോ അല്ല. അതാണ് സ്വർഗം. അവിടെ ബന്ധുക്കളായ ആളുകൾ, വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയത്തുഹും ബിഈമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയത്തഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഇ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. സൂറത്തുൽ തൂർ 52-ാമത്തെ അധ്യായം 21 മുതൽക്കുള്ള ആയത്തുകൾ. അവിടെ പറഞ്ഞു, സത്യവിശ്വാസം സ്വീകരിക്കുകയും തങ്ങളുടെ മക്കൾ ആ വിശ്വാസത്തോടുകൂടി അവിടെ തുടർന്നു വരികയും ചെയ്ത ആളുകൾ, അവരെ നാം ബന്ധുക്കളിലേക്ക് ചേർത്ത് കൊടുക്കും. മക്കളെ വാപ്പമാരാണ് ഉയർന്ന സ്വർഗത്തിലെങ്കിൽ മക്കൾ അവിടെ എത്തും. മക്കളാണ് ഉയർന്ന വർഗത്തിന് വാപ്പയമ്മ അവിടെ എത്തും. നോക്കണത് ബോണസാണ്. കർമ്മങ്ങൾ ചെയ്തതിന് പുറമെ പടച്ചോൻ തരുന്ന ബോണസാണ്. അവിടെ എത്തിയിട്ട് അവരിങ്ങനെ പരസ്പരം സ്വർഗത്തിലെ കനികളും അവിടെയുള്ള പഴച്ചാറുകളും, അല്ലെ, വുജൂഹു യൗമഇദിൻ നാഇമ ലിസൈഹാ റാദിയ ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ ഫീഹാ സുറുറും മർഫൂഅ വഅക്വാബും മൗദൂഅ എന്നിങ്ങനെ തുടങ്ങി. വനമാരിഖു മസ്ഫൂഫ വസറാബിയു മബ്സൂസ. ഞാനൊന്നും അർത്ഥം പറഞ്ഞ് വിശദീകരിക്കുന്നില്ല, ചെറിയ അധ്യായങ്ങളല്ലേ.
ഇതൊക്കെ ഒരുക്കി വെച്ച് അവിടെയുള്ള ചഷകങ്ങളൊക്കെ പരസ്പരം പകർന്നു കൊടുത്ത് അവിടെയുള്ള പാനീയങ്ങൾ കൈമാറി, പഴങ്ങൾ കൈമാറി, മാതാപിതാക്കളും മക്കളും ഭാര്യാഭർത്താക്കന്മാരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സദ്യക്കു ചുറ്റും ഒരുമിച്ചിരിക്കുന്നതിനെ പറ്റി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ മ്യൂസിക്കിന്റെയും കള്ളിന്റെയും സദ്യ വിളമ്പുന്നവർക്ക് ഈ ഭാഗ്യമുണ്ടാകുമോ? ഇവിടെ ധൂർത്തിന്റെയും ആഡംബരത്തിന്റെയും ആർഭാടത്തിന്റെയും സദ്യ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കല്യാണ വീടുകളിലും മറ്റു സദ്യാവേളകളിലും അതേപോലെ ബിദ്അത്തിന്റെ ആചാരവേളകളിലും വിളമ്പുന്ന ആളുകൾക്ക് ഈ സുന്ദരമായ സദ്യ നുകരാനുള്ള അവസരമുണ്ടാകുമോ? നമ്മൾ ആലോചിക്കണം. ഇതാണ് സ്വർഗം. ഇനിയോ പരിചയപ്പെടുത്തുന്നു, യുതാഫു അലൈഹിം ബിസിഹാഫിൻ മിൻ ദഹബിൻ വഅക്വാബ് വഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസ് വതലദ്ദുൽ അയുൻ വഅൻതും ഫീഹാ ഖാലിദൂൻ. സ്വർണത്തിന്റെ തളികകളും പാനപാത്രങ്ങളും അവർക്ക് ചുറ്റും കൊണ്ടു നടക്കപ്പെടും. മനസ്സുകൾ കൊതിക്കുന്നതും കണ്ണുകൾക്ക് ആനന്ദകരവുമായ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടെ നിത്യവാസികളായിരിക്കുകയും ചെയ്യും. ഇത് വെറുതെ കിട്ടിയതല്ല. വതിൽക്കൽ ജന്നത്തുല്ലതി ഊരിസ്തുമുഹാ ബിമാ കുൻതും തഅമലൂൻ ലക്കും ഫീഹാ ഫാകിഹത്തുൻ കസീറത്തുൻ മിൻഹാ തഅകുലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമായി നിങ്ങൾക്ക് അവകാശപ്പെടുത്തി തന്നിട്ടുള്ള സ്വർഗമത്രേ അത്. നിങ്ങൾക്കതിൽ പഴങ്ങൾ ധാരാളമായി ഉണ്ടാകും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷിക്കുകയും ചെയ്യാം. 43-ാമത്തെ അധ്യായം സൂറത്തു സുഖ്റുഫിലെ 73-ാമത്തെ ആയത്ത്, 71 മുതൽ 73 വരെയുള്ള ആയത്തുകൾ. സ്വർഗവാസികൾ പറയാണ്, കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ നന്മകൾ കാരണമായി ആനന്ദത്തോടെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക. എത്ര വസഖാഹും ശറാബൻ തഹൂറ. നിങ്ങൾ ഏറ്റവും വിശിഷ്ടമായ പാനീയം കഴിച്ചോളൂ. വകഅസൻ ദിഹാഖ. നിറഞ്ഞു നിൽക്കുന്ന ചഷകങ്ങളാണ്. എന്തൊക്കെയാണ് സ്വർഗത്തിലെ ഭക്ഷണപാനീയങ്ങളെ കുറിച്ച് പറയുന്നത്? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കുകയാണ്. സ്വർഗത്തിൽ ആദ്യം നേരത്തെ കയറിപ്പോയി എന്ന് പറഞ്ഞില്ല ഒരാള്, അയാൾക്ക് ആദ്യം കൊടുക്കുന്ന ഭക്ഷണം എന്താ അറിയോ? സ്വർഗത്തിൽ കിട്ടുന്ന സ്നാക്സ്. അതുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അവ്വലു തആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്ന ഫസിയാദതു കബ്ദി ഹൂത്. സ്വർഗത്തിലെ വിശിഷ്ടമായ ഒരു മത്സ്യം, സ്വർഗത്തിലെ വിശിഷ്ടമായ ഒരു മത്സ്യം, അതിന്റെ മുള്ളുകൾ പോലും നമുക്ക് ഹൃദ്യമായിരിക്കും. ഒന്നും ഒഴിവാക്കാനില്ലാത്തൊരു മത്സ്യം. അതിന്റെ സുഗന്ധം പരത്തുന്ന കരളാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. സ്വർഗത്തിൽ ആദ്യമായിട്ട് കിട്ടുക സ്നാക്സ് ആയിട്ട്. ഒരു ജൂതൻ വന്ന് ചോദിച്ചു, സ്വർഗത്തിൽ എന്താ റസൂലേ ആദ്യം? ജൂതനാ ചോദിച്ചത്, നിങ്ങൾ പഠിപ്പിക്കുന്ന സ്വർഗത്തിൽ എന്താ ഉള്ളത്? ഖാലൽ യഹൂദി ഫമാ തുഹ്ഫത്തുഹും ഹീന യദ്ഖുലുൽ ജന്ന. സ്വർഗത്തിൽ വരുമ്പോ എന്താണ്, സ്വർഗത്തെ പറ്റി ഇങ്ങനെ പറയുമ്പോ എന്താ അവിടെ ആദ്യം കിട്ടാന്ന് ചോദിച്ചു. നബി പറഞ്ഞു, സിയാദത്തു കബ്ദിൻ നൂൻ, മത്സ്യത്തിന്റെ കരൾ. അപ്പൊ അയാൾ ചോദിച്ചു, ഫമാ ഗിദാഹും അലാ ഇസ്രിഹ. സ്നാക്സ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം കിട്ടുന്ന വലിയ ഭക്ഷണം എന്താണെന്ന് ചോദിച്ചു. ഖാല യുൻഹറു ലഹും സൗറുൽ ജന്ന. സ്വർഗത്തിലെ ഒരു കാള അറുക്കപ്പെടും. സ്വർഗത്തിലെ ഒരു കാള അറുക്കപ്പെടും. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ. അല്ലദീ കാന യഅകുലു മിൻ അത്റാഫിഹ. അതിന്റെ വിശിഷ്ട ഭാഗങ്ങൾ ഓരോന്നും നിങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഫമാ ശറാബുഹും അലൈഹി. ഇത്രയൊക്കെ ഭക്ഷണം കഴിച്ചാൽ കുടിക്കാൻ എന്താ കിട്ടാന്ന് ചോദിച്ചു. തുസമ്മ സൽസബീല ഐനൻ ഫിഹാ തുസമ്മ സൽസബീല. എന്താണ് അവിടെ കുടിക്കാൻ കിട്ടുന്നത്? നേരത്തെ പറഞ്ഞ സൽസബീൽ, സഞ്ചബീൽ കലർത്തിയ വിശിഷ്ടമായ പാനീയം. അതാണ് ഇതിന് കുടിക്കാൻ കൊടുക്കാന്ന് പറഞ്ഞു. സൗബാൻ റളിയല്ലാഹു അൻഹു ധരിച്ച ഹദീസാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന അഹ്ലൽ ജന്നതി യഅകുലൂന ഫിഹാ വയശ്റബൂൻ. സ്വർഗവാസികൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ വലാ യത്ഫുലൂന വലാ യബൂലൂന വലാ യതഗവ്വതൂന വലാ യംതഖിതൂൻ. അവിടെ ഒരാളും തുപ്പുകയില്ല, അവിടെ മലമൂത്ര വിസർജനമില്ല, അവിടെ ഒരാളും മൂക്ക് പിഴിയുന്നില്ല, കഫമുണ്ടാകുന്നില്ല, തുപ്പലില്ല. ഒരു ചെറിയ തുപ്പൽ പോലും അവിടെ ഉണ്ടാവില്ല സ്വർഗത്തിൽ. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, ഫമാ ബാലു തആം. കഴിച്ച ഭക്ഷണത്തിന്റെ കഥ എന്താണ്? അത് ദുനിയാവ് മാതിരിയല്ല. ഖാല ജുശാഉൻ വറശ്ഹുൻ കറശ്ഹിൽ മിസ്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഒരു ഏമ്പക്കവും. ഭക്ഷണം കഴിച്ച ഒരൊറ്റ ഏമ്പക്കം, അത് തന്നെ മറ്റുള്ളവർക്ക് സൗരഭ്യം. സ്വർഗത്തിന്റെ പഴയല്ലേ കഴിച്ചത്. ഒരാൾ ദുർഗന്ധാണെന്ന് പറയില്ല, എല്ലാവരും ആസ്വദിക്കാൻ കാത്തിരിക്കുന്ന ഒരു ഏമ്പക്കം. പിന്നീട് സുഗന്ധം പരത്തുന്ന വിയർപ്പ്, കുടിച്ച വെള്ളം. കണ്ടോ, മലമൂത്ര വിസർജനമില്ല, ഒരഴുക്കും മാലിന്യവും ഒരു പൊടി പോലും ഇല്ലാത്ത. പ്രത്യേകം കുളിച്ച് ഫ്രഷ് ആവേണ്ട ആവശ്യമില്ല, പല്ലേക്കേണ്ടതില്ല, അവിടെ എന്തെങ്കിലും നിലക്കുള്ള അഴുക്കുകളില്ല, ഒരു പ്രയാസമില്ല.
ഒരിക്കലും അവൻ ചടഞ്ഞിരിക്കില്ല, ഉറക്കച്ചടവുകൾ കാണില്ല, ക്ഷീണം കാണില്ല. ഏത് സമയത്തും ഫ്രഷ് ആയിരിക്കും ഒരാൾ. എപ്പോഴും സുന്ദരനായിരിക്കും, എപ്പോഴും സുമുഖനായിരിക്കും, എപ്പോഴും ഊർജ്ജസ്വലനായിരിക്കും. അങ്ങനെ സജീവമായി നല്ല ഉന്മേഷത്തോടുകൂടി ചലിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗവാസികളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി. അവർക്ക് കുടിക്കാൻ എന്താണ്? സ്വർണത്തിന്റെയും വെള്ളിയുടെയും തളികകളാണ് എന്ന് പരിചയപ്പെടുത്തി. അതേപോലെ തന്നെ അതിന് പുറമെ അവർക്ക് ഉള്ള പാനീയങ്ങളുടെ ചില സ്വഭാവങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. അവർക്ക് എന്തുണ്ടാവും അറിയോ? ആലിയഹും സിയാബ് സുന്ദുസുൻ ഖുദുറും വ ഇസ്തബ്റഖ് വഹുല്ലു അസാവിറ മിൻ ഫിദ്ദ. നേർത്തതും കട്ടിയുള്ളതുമായ പട്ടിന്റെ വസ്ത്രങ്ങൾ, നേർത്തതും കട്ടിയുള്ളതുമായ പട്ടിന്റെ വസ്ത്രങ്ങൾ. സ്വർഗവാസികളിലെ ആണുങ്ങളും പെണ്ണുങ്ങളുമൊക്കെ വിശിഷ്ടമായ രത്നങ്ങളുടെ, സ്വർണത്തിന്റെ, വെള്ളിയുടെ ആടയാഭരണങ്ങൾ അവരുടെ കൈത്തണ്ടകളിൽ, ചുമലുകളിൽ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. മാഷാ അല്ലാഹ്, എല്ലാവരും ആഭരണ വിഭൂഷകളായി സ്വർഗത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സല്ലപിച്ച് അവരുടെ അലങ്കാരം പ്രദർശിപ്പിച്ച് ആണും പെണ്ണുമൊക്കെ പരസ്പരം സന്തോഷിപ്പിച്ച് ഒരിക്കലും മടുക്കാതെ, ഇനി ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് പണ്ട് ഇസ്രായേലിൽ പറഞ്ഞ മാതിരി ചീര മതി, തക്കാളി മതി, ഇതൊക്കെ മടുത്തു എന്നൊരാൾ പറയില്ല. മനസ്സിലായില്ലേ? മടുത്തു എന്ന് പറയില്ല. ദുനിയാവിൽ നമ്മൾ അതൊക്കെ പറയും, കുറച്ച് സന്തോഷം കിട്ടുമ്പോൾ എനിക്ക് പഴയത് കിട്ടിയാൽ മതി എന്ന് പറയും. സ്വർഗത്തിൽ അത് പറയില്ല. സ്വർഗത്തിൽ അതിനേക്കാളും വിശിഷ്ടമായത് ചോദിച്ചാൽ അത് കിട്ടും ചെയ്യും. അതാണ് സ്വർഗം. അംശാത്തുഹും മിന ദഹബി വൽ ഫിദ്ദ വമജാമിറുഹുൽ ഉലുവത്തു വറശ്ഹുഹുൽ മിസ്ക്. അവിടുത്തെ ചീർപ്പ് സ്വർണത്തിന്റെയും വെള്ളിയുടേതാണ്. അവിടുത്തെ ധൂപക്കുറ്റികൾ ഉലുവാനാണ് പുകയ്ക്കുന്നത്. നമുക്ക് ആശ്വാസം പകരാൻ വിയർപ്പാകട്ടെ കസ്തൂരിയാണ് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്. ഇതിനപ്പുറം അവിടെയുള്ള വ്യത്യസ്തങ്ങളായ ഒറ്റമുത്തന്റെ മാളികകളെക്കുറിച്ചും തയ്യാറായി നിൽക്കുന്ന തരുണികളെക്കുറിച്ചും അവരുടെ സൗന്ദര്യങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ അവിടെ ഫീ റൗളത്തി യുഹ്ബറൂൻ, നൃത്തവേദികളിൽ, സംഗീത വിരുന്നുകളിൽ ഭാര്യാഭർത്താക്കന്മാർ ഇണകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇവിടുത്തെ ഒരു ചാൻസ് കിട്ടുമ്പോഴേക്കും കണ്ട ആളുകൾ നഗ്നരായി ആടുന്ന, മനസ്സിലായില്ലേ? ആണും പെണ്ണും മുസ്ലിമും അല്ലാത്തതുമൊക്കെ പേരും പറഞ്ഞ് ആടുന്ന ഷോകൾ, റിയാലിറ്റി ഷോകൾ, മറ്റു തോന്നിവാസങ്ങൾ, ഹറാമുകൾ, മിമിക്രി ഷോകൾ എന്നൊക്കെ പറഞ്ഞു കാണുന്ന തോന്നിവാസങ്ങൾ, അതിന്റെ മുന്നിൽ ചെന്നിരിക്കുന്ന നിലവാരമില്ലാത്തവർക്കല്ല പടച്ച തമ്പുരാൻ സ്വർഗത്തിന്റെ സുന്ദരമായ നൃത്ത വിരുന്നുകൾ, യുഹ്ബറു എന്ന നൃത്ത സദസ്സ, ഗാന സദസ്സ്. ഇവിടുത്തെ പിശാചിന്റെ മ്യൂസിക് അതുമായി നടക്കുന്ന, അത് ഏത് സമയത്തും ആടി അതിന്റെ നാട്ടിലെ താരമാകാൻ നടക്കുന്ന, ഏത് സമയത്തും FM റേഡിയോയുടെ ലഹരിയിൽ ആറാടുന്ന, ഏത് സമയത്തും ഈ റേഡിയോകളൊക്കെ തുറന്നു വെച്ചിട്ട് കിഞ്ചന വർത്തമാനങ്ങൾക്ക് കാതോർക്കുകയും മറുപടി പറയുകയും അന്യ ആണുങ്ങളോട് കൊഞ്ചിക്കൊഴയുകയും ചെയ്യുന്ന പെണ്ണുങ്ങൾ, മറിച്ചും അങ്ങനെയുള്ള ആ പെണ്ണുങ്ങളുടെ കമന്റുകൾ കേൾക്കാൻ വേണ്ടി ടെലിഫോൺ ചെയ്യുന്ന ആണുങ്ങൾ, പ്രവാസികൾക്ക് പടച്ചോൻ ഒരളവും തന്നിട്ടില്ല. റബ്ബ് ഒരുക്കി വെച്ച ഈ വിശിഷ്ടമായ സൗകര്യങ്ങളെ മറക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഫീഹിന്ന ഖാസിറാത്തുത് തർഫി ലം യത്മിഥുന്ന ഇൻസുൻ ഖബലഹും വലാ ജാൻ. മനുഷ്യരോ ജിന്നുകളോ സ്പർശിച്ചിട്ടില്ലാത്ത, സംസർഗം ചെയ്തിട്ടില്ലാത്ത, കണ്ണുകൾ കൊണ്ട് മറ്റാരെയും നോക്കി ആസ്വദിച്ചിട്ടില്ലാത്ത, സത്യവിശ്വാസികളെ മാത്രം കാത്തിരിക്കുന്ന ഇണകളാണ്, തരുണികളാണ് സ്വർഗത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, വിശാലമായ നയനങ്ങളുള്ള അഥവാ ഹൂറുൻ ഐനായിട്ടുള്ള ആ സ്ത്രീകൾ ചിപ്പികളിൽ ഒളിച്ചു വെക്കപ്പെട്ട മുത്തുപോലെയാണ്. കഅന്നഹുന്നൽ യാഖൂത്ത് വൽ മർജാൻ, മാണിക്യവും പവിഴവും പോലെയാണ്. വകവാഇബ അത്റാബ, മാർവിടങ്ങൾ തൊടുത്തവരാണ്. കഅന്നഹുന്ന ബൈളും മക്നൂൻ, ഒളിച്ചു വെക്കപ്പെട്ട വെളുത്ത സുന്ദരമായ മുട്ടകൾ, പക്ഷിമുട്ടകൾ പോലെയാണ്. എത്ര! ഇനി ഞാൻ നിങ്ങൾക്കിപ്പോ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി, സ്വർഗത്തെപ്പറ്റി പറഞ്ഞാൽ തീരൂല. ഖുർആനിലെ 1000 ആയത്ത് സ്വർഗത്തെക്കുറിച്ച് മാത്രമാണ്. അത്രയേറെ വായിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇന്ന അസ്വാജ അഹ്ലിൽ ജന്നത്തി ലയുഗന്നിയന്ന അസ്വാജഹുന്ന ബിഅഹ്സനി അസ്വാത്തിൻ സമിഅഹാ അഹദുൻ ഖത്ത്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നിശ്ചയം സ്വർഗവാസികൾക്കുള്ള ഇണകൾ തങ്ങളുടെ ഇണകൾക്കായി മധുരമായ രാഗത്തോടെയുള്ള ഗാനങ്ങൾ ആലപിച്ചു കേൾപ്പിച്ചുകൊണ്ടിരിക്കും. അവിടെ അപശബ്ദങ്ങളില്ല. ലാ ലഗ്വുൻ ഫീഹ വലാ തഅ്സീം. അവിടെ ഒരാള് നീ എന്തെങ്ങനെ ചെയ്തു, എന്തെങ്ങനെ ചെയ്തില്ല, വാപ്പ മക്കളെ കുറ്റം പറയില്ല, വാപ്പാരെ നേരെ മക്കൾ കയർക്കില്ല, ഉമ്മാനെ തള്ളില്ല,
അവിടെ അമ്മായിമ്മ പോരില്ല. മനസ്സിലായില്ലേ? ആരും ആരോടും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വർത്തമാനവും പറയില്ല. ആര് സംസാരിക്കുന്നതും എല്ലാവർക്കും ആനന്ദകരമായിരിക്കും. മടുക്കില്ലെന്ന് നിർത്തിയാൽ മതിയായിരുന്നു എന്നാരും പറയില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് സ്വർഗം. ഇന്നാ സ്വഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ. തീർച്ചയായും സ്വർഗവാസികൾ അന്ന് ഓരോ ജോലിയിലായിക്കൊണ്ട് സുഖം അനുഭവിക്കുന്നവരായിരിക്കും. അവരും അവരുടെ ഇണകളും തണലുകളിൽ അലങ്കൃതമായ കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും എന്നിങ്ങനെ പരിചയപ്പെടുത്തി. ഇതെല്ലാം കഴിഞ്ഞ് സ്വർഗത്തിൽ ഇനി എന്തൊക്കെയുണ്ട്? അതൊക്കെ ഉണ്ട്. കൊതിക്കുന്നതൊക്കെ ഉണ്ടെന്നല്ലേ? ലക്കും ഫിഹാ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫിഹാ മാ തദ്ദഊൻ. കൊതിക്കുന്നതുമുണ്ട്, ചോദിക്കുന്നതുമുണ്ട്, വിചാരിക്കുന്നതൊക്കെ ഉണ്ട് സ്വർഗത്തിൽ. ഇനി അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കണ്ട. അപ്പൊ ചില ആൾക്കാർ ചോദിക്കുക, ആണുങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്ന്, പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആനന്ദം പകരാൻ അവർക്ക് നിശ്ചയിക്കപ്പെട്ട അവരുടെ ഭർത്താക്കന്മാർ മാത്രം മതിയാകും. ഭർത്താക്കന്മാരില്ലാതെ പിരിഞ്ഞു പോയവരാണെങ്കിൽ സ്വർഗത്തിൽ സവിശേഷമായ ഭർത്താക്കന്മാരെ അവർക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കും. ഉണ്ടോ എന്ന് ചോദിക്കണ്ട, വേണ്ടതുണ്ട്. ആർക്കും ഏതവസ്ഥയിലാണെങ്കിലും ആനന്ദത്തിൽ ഒരു കുറവും വരുന്നില്ല. പക്ഷേ സൽക്കർമ്മങ്ങൾ ആനന്ദത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിലേറ്റവും നിർണായകമായ വസ്തുത. അത് നമ്മൾ ശരിക്കും ഓർക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പഠിച്ചോനൊരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കുക? തുരീദൂന ശൈഅൻ അസീദുക്കും. ഇനി ഞാൻ കുറച്ചധികം നിങ്ങൾക്ക് തന്നാലോ? ഇതൊക്കെ തന്നതിന് ശേഷം ഇനി ഞാൻ കുറച്ചധികം തന്നാലോ? ഫയഖൂലു ഹൽ റളീതും. നിങ്ങൾക്ക് തൃപ്തിയാകുമോ? ഫയഖൂലൂന, അവർ പറയുന്നു, മാ ലനാ ലാ നർള, ഞങ്ങൾ എങ്ങനെ തൃപ്തിപ്പെടാതിരിക്കും? വഖദ് അഅതൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക, നിന്റെ ഒരു പടപ്പിനും കൊടുക്കാത്തതല്ലേ നീ ഞങ്ങൾക്ക് തന്നത്? നീ വേറെ ഹദീസിൽ അലം തുബയ്യിദ് വുജൂഹന അലം തഗ്ഫിർ ദുനൂബന, പടച്ചവനെ ഞങ്ങളുടെ മുഖം നീ വെളുപ്പിച്ചില്ലേ, ഞങ്ങളുടെ പാപങ്ങൾ നീ മാപ്പാക്കിയില്ലേ, ഇനി ഇതിനൊക്കെ അപ്പുറത്ത് നീ ഞങ്ങൾക്ക് എന്ത് തരാനാ? അപ്പോഴാണ് പടച്ചവൻ പറയുന്നത്, അന ഉഅ്തീകും അഫ്ദല മിൻ ദാലിക്, അതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു സംഗതി ഞാൻ നിങ്ങൾക്കിതാ തരാൻ പോകുന്നു. ഖാലൂ, അവർ ചോദിക്കും, ആകാംക്ഷയോടെ അവർ ചോദിക്കും, യാ റബ്ബി വഅയ്യു ശൈഇൻ അഫ്ദലു മിൻ ദാലിക്, ഞങ്ങൾ ഈ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഇക്കാര്യങ്ങളെക്കാൾ മെച്ചപ്പെട്ടത് എന്താണ് പ്രവാചകരെ? ഫയഖൂലു ഉഹില്ലു അലൈക്കും ബിദ്വാനി ഫലാ അസ്ഖത്തു അലൈക്കും ബഅദഹു അബദാ, ഇതാ ഇനി ഞാൻ എന്നേക്കുമായി എന്റെ സംതൃപ്തി നിങ്ങൾക്ക് വേണ്ടി ഇറക്കി തന്നിരിക്കുന്നു. ഇനി ഞാൻ ഒരിക്കൽ പോലും നിങ്ങളോട് കോപിക്കുകയില്ല. എന്റെ കോപം നിങ്ങളുടെ മേൽ എടുക്കപ്പെട്ടു. പടച്ചോന്റെ തൃപ്തി എന്നും കൂടെയുണ്ട്. അതിനുശേഷം അതാ റബ്ബിനും സൃഷ്ടികൾക്കുമിടയിൽ മറ നീങ്ങുകയാണ്. അവർ ചോദിക്കുന്നു, അലം തുബയ്യിദ് വുജൂഹന, ഞങ്ങളുടെ മുഖം വെളുപ്പിച്ചില്ലേ? അലം തുദ്ഖിൽനൽ ജന്ന, ഞങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ? വതുനജ്ജിനാ മിനൻ നാർ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ? അപ്പോൾ അതാ ഫയക്ശിഫുൽ ഹിജാബ്, ഒരു മറ നീങ്ങുകയായി. ഫമാ ഉതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം അസ്സ വജൽ വസാദ ثم തലാ ഹാദിഹിൽ ആയ ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. അങ്ങനെ അതാ അപ്പോൾ അവരുടെ രക്ഷിതാവിലേക്ക് നേരിൽ നോക്കി നിൽക്കുന്നതിനേക്കാൾ അവർക്ക് പ്രിയങ്കരമായി മറ്റൊന്നും നൽകപ്പെട്ടിട്ടുണ്ടാവില്ല. സ്വർഗത്തിൽ ഇത്ര നേരവും അവർ ആസ്വദിച്ചില്ലേ? ഇത്രയും അവർ ആനന്ദിച്ചില്ലേ? അതിനേക്കാളൊക്കെ ഹൃദ്യമായ സുന്ദരമായ അവസ്ഥയാണ് അവർക്ക് അവരുടെ റബ്ബിനെ നേരിൽ നോക്കിക്കാണാനുള്ള അവസരം. വുജൂഹു യൗമഇദിൻ നാദിറ, പ്രസന്നമായ ചില മുഖങ്ങൾ. ഇലാ റബ്ബിഹാ നാദിറ, റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന മുഖങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് ഓതി കേൾപ്പിച്ചു. ലില്ലദീന അഹ്സനുൽ ഹുസ്ന, റബ്ബ് കാണും എന്ന് കരുതി റബ്ബിനെ കാണുന്നില്ലെങ്കിലും റബ്ബ് തന്നെ കാണുന്നുണ്ടല്ലോ എന്ന ബോധത്തോടെ ഇഹ്സാൻ ചെയ്യുന്ന, ആത്മാർത്ഥമായി പുണ്യം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലില്ലദീന അഹ്സനുൽ ഹുസ്ന, അവർക്ക് ഹുസ്ന എന്ന ഏറ്റവും അത്യുത്തമമായ സ്വർഗമുണ്ട്. വസിയാദ, അതിന് പുറമെ പ്രത്യേകമായ സവിശേഷമായ അധികമായി നൽകുന്ന ഒരു സംഗതി കൂടിയുണ്ട്. അത് റബ്ബിനെ നേരിൽ കാണലാണ്. റബ്ബിനെ കാണാനുള്ള ഈ കണ്ണുകൾ കൊണ്ട് ഹറാമ് കാണുകയോ, ഹറാമ് കാണുന്ന കണ്ണുകൾ കൊണ്ട് റബ്ബിനെ കാണുമെന്ന് പ്രതീക്ഷിക്കുകയോ? അതുകൊണ്ട് ശരിക്കും മനസ്സിരുത്തണം. അങ്ങേയറ്റത്തെ ഹൃദ്യമായി സുഖസൗകര്യങ്ങൾ ഒരുക്കി വെക്കപ്പെട്ടിരിക്കുന്ന സ്വർഗം അത് സത്യവിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. അസ്ഹാബുൽ മൈമന, സ്വർഗത്തിന്റെ ആളുകൾ, വലതിന്റെ ആളുകൾ എന്നാണ് അവർ വിശേഷിപ്പിക്കപ്പെട്ടത്. നാം വലത് കൈകൊണ്ട് കുടിക്കുന്നവരാണ്, വലതുകൊണ്ട് തിന്നുന്നവരാണ്, വലതിനെ നന്മയിൽ മുന്തിക്കുന്നവരാണ്. വലത്തേക്കാലിന്റെ ചെരുപ്പാദ്യമിടും,
കുപ്പായമിടുമ്പോൾ വലതിനെ മുന്തിക്കും, മുടി ചീകുമ്പോൾ, കുളിക്കുമ്പോൾ വെള്ളമൊഴിക്കുന്നത്, പള്ളിയിലേക്ക് കയറുമ്പോൾ പ്രിയപ്പെട്ടവരെ സദാസമയം സ്വർഗത്തെ ഓർക്കാൻ വേണ്ടിയാണ്. എല്ലാ ദിവസവും രാവിലെ 3 വട്ടം സ്വർഗം ചോദിക്കണം, ചുരുങ്ങിയത് വൈകുന്നേരവും ചോദിക്കണം. രാവിലെ 3 വട്ടം നരകത്തിൽ നിന്ന് നിങ്ങൾ ശരണം തേടണം, വൈകുന്നേരവും അങ്ങനെ ശരണം തേടണം. എങ്കിൽ സ്വർഗം പടച്ചവനെ ഇവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് പറയും, നരകം ഇവനെ നരകത്തിൽ നിന്ന് അകറ്റണമേ എന്ന് പറയും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗം യാചിക്കുന്നു, നരകത്തിൽ നിന്ന് രക്ഷ തേടുന്നു എന്ന് പറയണം. അങ്ങനെ ഒന്ന് പറയെങ്കിലും ചെയ്താലല്ലേ അതിനുവേണ്ടി ഒന്ന് ത്യാഗം ചെയ്യണം, പഠിക്കണം, അത് പാലിക്കണം. സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ തന്നെ എത്തണം, ഹൗദുൽ കൗസർ നുകരണം, പടച്ച തമ്പുരാനെ നേരിൽ നോക്കിക്കാണണം. അതിനുള്ള മഹാഭാഗ്യം ലഭിക്കുന്ന ശരിയായ തഖ്വയുള്ള ജീവിതം പരമാവധി പുലർത്തുന്ന തൗഹീദുള്ള സുന്നത്തുള്ള സച്ചരിതരിൽ പടച്ച തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിനെ കാണാൻ തക്കവണ്ണം കുടുംബജീവിതം ക്രമീകരിക്കുന്ന, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അന്യായമായി പിണങ്ങാതെ, മക്കളോടുള്ള കടമകൾ മറക്കാതെ, ദീനിന്റെ നിയമങ്ങൾ അവഗണിക്കാതെ തഖ്വയോടെ ജീവിക്കുന്ന സച്ചരിതരിൽ സർവശക്തനായ നാഥൻ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഒരുപാട് പ്രിയപ്പെട്ടവർ പിരിഞ്ഞുപോയിട്ടുണ്ട്. പണ്ഡിതന്മാരും രക്ഷിതാക്കളും സഹോദരങ്ങളും, അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അവരെയും നമ്മയും സ്വർഗത്തിൽ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله.